വെൽക്കം ടു മാസ്റ്റർ കി അക്കാഡമി. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന സബ്ജക്റ്റ് മെഷർമെൻറ്റ്സ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മെഷർമെൻറ്റ്സ് എന്നുള്ള ടോപ്പിക്ക് സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു പോർഷനാണ്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് മെഷർമെൻറ്റ്സ്. മെഷർമെൻറ്റ്സിൻ്റെ കുറച്ച് പോർഷൻസിലേക്ക് നമുക്കിന്ന് പോവാം. സോ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് എന്താണ് ഈ മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്നുള്ളതാണ് അല്ലേ. മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ. ഏതൊരു വാല്യൂവിനെയും നമുക്ക് എന്ത് ചെയ്യാനാണ് യൂസ് ചെയ്യുന്ന മെഷർമെൻറ്റ്സ്? യെസ്, സിംപ്ലി മെഷർ ചെയ്യാൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ മെഷർമെൻറ്റ്സിൽ നമുക്ക് കുറേ ടേംസ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് പഠിക്കാനായിട്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്? ഇലക്ട്രിക് ഇൻസ്ട്രുമെന്റ് എന്ന് വെച്ചാൽ എന്താണ്? മെയിൻലി ഈസ് യൂസ് ടു മെഷർ. എന്തിനാ യൂസ് ചെയ്യുന്നത്? ഇലക്ട്രിക് ക്വാണ്ടിറ്റീസ് അല്ലേ. അതായത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഇലക്ട്രിക് ക്വാണ്ടിറ്റീസ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, ആക്യുറേറ്റും സേഫുമായ രീതിയിൽ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് എല്ലാം യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ലാബുകളിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഈ ഡിവൈസസ് ഒക്കെ, ഇങ്ങനത്തെ കുറേ ഡിവൈസസ് ഉണ്ടല്ലേ. ഇതിനെ പറ്റിയുള്ള പഠനമാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ മെഷർമെന്റ്സിൽ പഠിക്കുന്നത്. ഒരുപാട് ഡിവൈസസ് ഉണ്ട്. സോ ഈ ഡിവൈസസിനെ പറ്റിയിട്ട് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സബ്ജക്റ്റിൽ പഠിക്കുന്നുണ്ട്. സോ മെയിൻലി നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസിനെ എന്ത് ചെയ്യാനാണ്? മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മെഷർമെന്റ് എന്ന് പറയുന്ന വസ്തുക്കൾ വെച്ചിരിക്കുന്നത് അല്ലേ. സോ ഫസ്റ്റ് നോക്കിയേ, മെയിൻലി നമുക്കറിയാലോ എവിടെയൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഡൊമസ്റ്റിക് വയറിംഗ്, ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പ്, ഇൻഡസ്ട്രീസ്, പവർ സ്റ്റേഷൻ ആൻഡ് ടെസ്റ്റിംഗ് ലബോറട്ടറീസ്. ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇതിന്റെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്തിനാണ് മെഷർ ചെയ്യണം എന്ന് പറയുന്നത്? മെയിൻലി എന്തിനൊക്കെയാണ് മെഷർ ചെയ്യണമെന്ന് പറയുന്നത്? ഒരു വസ്തു മെഷർ ചെയ്യണം എന്നുള്ള നിർബന്ധം എന്തിനാണ്? മെയിൻലി എന്താ? മെഷർ വോൾട്ടേജ് ആൻഡ് കറണ്ട് അക്യുറേറ്റ്ലി. മെയിൻലി നമുക്ക് എന്ത് ചെയ്യണം? വോൾട്ടേജും കറണ്ടും മെഷർ ചെയ്യണം. അല്ലെങ്കിൽ എന്താ? ഇലക്ട്രിക്കൽ എന്തെങ്കിലും ഫോൾട്ട് അല്ലേ. നമുക്കിപ്പം നമ്മൾ മെഷർ ചെയ്യുന്നത് കൃത്യമായി തന്നെ ആയിരിക്കണം എന്നില്ല. അതിൽ എന്ത് വരാൻ സാധ്യതയുണ്ട്? ഫോൾട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലേ. സോ അത് കണ്ടുപിടിക്കണം. അതുപോലെ എക്യുപ്മെന്റ് ഡാമേജ് പ്രിവെന്റ് ചെയ്യണം. സേഫ്റ്റി അല്ലേ. മെയിൻലി എന്താണ്? സേഫ്റ്റി മസ്റ്റ് ആണ് അല്ലേ. ആൻഡ് എൻഷുർ പ്രോപ്പർ മെയിൻ്റനൻസ്. നമുക്കൊരു മെയിൻ്റനൻസ് വളരെ ആവശ്യമാണ്. ആൻഡ് സേവ് ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജി എന്ത് ചെയ്തിരിക്കണം? സേവ് ചെയ്തിരിക്കണം. ആൻഡ് ഇംപ്രൂവ് സിസ്റ്റം എഫിഷ്യൻസി. അതുപോലെ എന്താ? സിസ്റ്റം എഫിഷ്യൻസി എന്ത് ചെയ്യണം? ഇംപ്രൂവ് ചെയ്തിരിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിന്റെ നീഡ് എന്ന് പറയുന്നത്. നമുക്ക് ആബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സും ഉണ്ട്, സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സും ഉണ്ട്. സോ വാട്ട് ഈസ് ആബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സിന്റെ ഒരു പ്രത്യേകത, നമ്മൾ അത് നോർമൽ ആയിട്ടുള്ള റൊട്ടീൻ ഇൻസ്ട്രുമെന്റ് മെഷർമെന്റ്സിനൊന്നും അങ്ങനെ എന്ത് ചെയ്യില്ല, യൂസ് ചെയ്യില്ല. അത് ലബോറട്ടറി പർപ്പസിന് മാത്രമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇത് വന്നിട്ട് എങ്ങനെയാണ്? അങ്ങനെയല്ല. ഏതാണ്? സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സ് അങ്ങനെയല്ല. മെഷേർഡ് വാല്യൂ ഡയറക്റ്റ് മെഷർ ചെയ്യുന്നവരായിരിക്കും. സോ രണ്ടും ഓർത്ത് വെക്കുക. ആബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സ് എന്താണ്? ആബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സ് ലബോറട്ടറീസിൽ യൂസ് ചെയ്യുന്നതാണ്. നോട്ട് യൂസ്ഡ് ഫോർ ദ റൂട്ടീൻ മെഷർമെന്റ്സിന് നമ്മൾ എന്ത് ചെയ്യില്ല, അങ്ങനെ യൂസ് ചെയ്യത്തില്ല. സോ ഇൻ ദ കേസ് ഓഫ് സെക്കൻഡറി ഇൻസ്ട്രുമെന്റ് ആണെങ്കിലോ നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം? യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ഹോംസ് ആൻഡ് ഇൻഡസ്ട്രീസ്. ഹോംസ് ആൻഡ് ഇൻഡസ്ട്രീസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതലായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇതിൽ നമുക്ക് കാണിച്ചിരിക്കുന്നതാണ് നമ്മളിപ്പോൾ പറഞ്ഞ സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സ്, അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സും ഒക്കെ. ഒരു ഫിഗറിൽ നമുക്കിപ്പോൾ കാണിക്കാനാണെങ്കിൽ സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സിന്റെ ആണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് അല്ലേ, ലാബിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. സോ ഇതാണ് അതിന്റെ ഒരു റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, സോ മെയിൻലി ഇത് സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ അമ്മീറ്റർ ഉണ്ട്, വോൾട്ട് മീറ്റർ ഉണ്ട്, ദെൻ വാട്ട് മീറ്റർ ഉണ്ട്. ഇങ്ങനെയൊക്കെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. സോ വിച്ച് ഇൻസ്ട്രുമെന്റ്സ് ആർ കോമൺലി യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രീസ്? നമുക്ക് ഇൻഡസ്ട്രീസിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഓക്കെ, സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ഡിസ്പ്ലേ അനുസരിച്ചിട്ട് അല്ലെ, ഈ സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സ് ആണെങ്കിലും നമുക്ക് അതിന്റെ ഡിസ്പ്ലേ അനുസരിച്ചിട്ട് നമുക്ക് വീണ്ടും ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? തരംതിരിക്കാനായിട്ട് പറ്റും. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് അനലോഗ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. സോ അനലോഗ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്,
എന്താണ് അതിൽ തന്നെ എന്തുണ്ട്, അനലോഗിൽ തന്നെ എന്തുണ്ട്, പോയിന്റർ ഉണ്ട്, സ്കെയിൽ ഉണ്ട് അല്ലേ. പിന്നെ മെക്കാനിക്കൽ മൂവ്മെന്റിന്റെ ബേസിലാണെങ്കിൽ നമുക്ക് തിരിക്കാം. അതുപോലെ ആക്യുറസി വെച്ച് നോക്കുവാണെങ്കിൽ എന്താണ്, അനലോഗ് ഇൻസ്ട്രുമെന്റ്സിന്റെ കാര്യമാണ് പറയുന്നത്. അനലോഗ് ഇൻസ്ട്രുമെന്റ്സ് ആണെങ്കിൽ, അനലോഗ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഇതൊരു സ്കെയിലാണെന്ന് വിചാരിക്കുക. ഇവിടെ കുറേ മെഷർമെന്റ് വാല്യൂസ് ഉണ്ട്. സോ ഇങ്ങനെ നമുക്കൊരു പോയിന്ററും സ്കെയിലിന്റെയും ഹെൽപ്പോട് കൂടി ആയിരിക്കും എന്ത് ചെയ്യുന്നത്, മെഷർമെന്റ് കാണിച്ചു തരുന്നത് അല്ലേ. അതുപോലെ അതിന് എന്തുണ്ടായിരിക്കും, അപ്പോൾ ഈ ഒരു മൂവ്മെന്റ് ഉണ്ടായിരിക്കും അല്ലെ, ഈ പോയിന്ററിന് എന്തുണ്ടായിരിക്കും, മൂവ്മെന്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് മെക്കാനിക്കൽ മൂവ്മെന്റ് ഉണ്ടായിരിക്കും. ആക്യുറസി വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് ആക്യുറസി ഉണ്ടാവുള്ളൂ. പക്ഷേ പാരലാക്സ് എറർ എന്ന് പറയുന്ന എറർ ഇതിൽ കൂടുതലായിരിക്കും. ഓക്കെ, ഇനി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ്സിലോട്ട് നോക്കിയാൽ നമുക്കറിയാമല്ലോ, നമുക്കിപ്പോൾ വാച്ചോ എല്ലാത്തിലും തന്നെ നമുക്ക് എന്താണ്, ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ്സ് ആണ് അല്ലേ. അപ്പോൾ അതിന്റെ പ്രത്യേകത ഈ പറയുന്ന പോലെ ഡിജിറ്റൽ ഫോമാറ്റിലായിരിക്കും നമുക്ക് വാല്യൂ കാണിച്ചു തരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഡിസ്പ്ലേ ഉണ്ടായിരിക്കും, LED LCD ഡിസ്പ്ലേ എന്നൊക്കെ പറയുന്ന ഡിസ്പ്ലേ ഉണ്ടായിരിക്കും. അപ്പോൾ ആക്യുറസി വരുമ്പോൾ ഇവിടെ ഇപ്പോൾ കറക്റ്റ് 1 ആണോ 1.5 ആണോ ഇങ്ങനൊരു സംശയം നമുക്ക് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇത് നമുക്ക് ആക്യുറേറ്റ് ആയിരിക്കും അല്ലേ, 1.25 എന്ന് നമ്മളിപ്പോൾ വാച്ചിൽ, ഡിജിറ്റലിലാണെങ്കിൽ കുറച്ചും കൂടി ആക്യുറസി കൂടുതലായിരിക്കും അല്ലേ, നമുക്ക് പെട്ടെന്ന് കണ്ടെത്താനായിട്ട് കഴിയുന്ന രീതിക്കാണ് വെച്ചിരിക്കുന്നത്. സോ ഈസി ടു റീഡ് ആണ് അല്ലേ. പിന്നെ മാത്രമല്ല ഈ പാരലാക്സ് എറർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ പറയും പോലെ ഈ ഡൗട്ട്ഫുൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന റീഡിങ്സ് വരാൻ സാധ്യതയുണ്ട്. അതാണ് പാരലാക്സ് എറർ. സോ ഡിജിറ്റലിന്റെ കേസിൽ അങ്ങനെ ഒരു വ്യത്യാസം വരില്ല, പാരലാക്സ് എറർ എന്ന് പറയുന്നത് ഉണ്ടാവില്ല. മനസ്സിലായോ? അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് അഡ്വാൻറ്റേജ് ആർക്കുണ്ട്, ഈ പറയുന്ന ഡിജിറ്റലിനുണ്ട്. പക്ഷേ അനലോഗിന് അങ്ങനെയല്ല. അനലോഗിന് തീർച്ചയായിട്ടും കുറച്ച് ഡിഫക്ട്സ് ഉണ്ട് അല്ലേ. പക്ഷേ നമ്മൾ പണ്ട് കാലത്തൊക്കെ കൂടുതലും ഫോളോ ചെയ്തിരുന്നത് ആരെയാണ്, അനലോഗിനെ തന്നെയാണ്. പക്ഷെ ഇപ്പം നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ആരാണ്, ഈ പറയുന്ന ഡിജിറ്റൽ ആണ് അല്ലേ. ഓക്കെ അല്ലേ. നമുക്ക് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ, അതായത് നമുക്ക് യൂസ് ചെയ്യുന്നതിന്റെ ബേസിൽ അല്ലെ, ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദെയർ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ തരംതിരിക്കാനായിട്ട് പറ്റും. മെയിൻലി PMMC ഉണ്ട്. ഓക്കെ, പിന്നെന്തുണ്ട്, മൂവിങ് അയൺ ഉണ്ട്. PMMC എന്ന് പറയുന്നത് എന്താണ്, പെർമനന്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ എന്നാണ് അതിന്റെ ഫുൾ ഫോം. ആൻഡ് മൂവിങ് അയൺ എന്ന് പറയുന്നത് എന്താണ്, മറ്റൊരു അത് തമ്മിൽ വളരെ ഡിഫറൻസ് ഉള്ളതാണ്. അതായത് മെഷറിംഗ് ഇൻസ്ട്രുമെന്റിനെ അവരുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ വെച്ച് തരംതിരിക്കുകയാണെങ്കിൽ ഒന്ന് PMMC അല്ലെങ്കിൽ ഒന്ന് മൂവിങ് അയൺ എന്ന് വെച്ചിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡഡ് ആണ് ഈ ഏരിയയിൽ. നന്നായി പഠിക്കണം. ഇപ്പോൾ PMMC ആൻഡ് മൂവിങ് അയൺ എന്ന് ഷുവർ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു പോർഷനാണ്. ഓക്കെ, സോ ആ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുന്നത് കൂടുതലാണ്. സോ നമ്മൾ നന്നായിട്ടും ആ ഏരിയ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. സോ ഇങ്ങോട്ട് വന്നേ, അതിൻ്റെ അകത്ത് PMMC പെർമനന്റ് മാഗ്നറ്റ് മൂവിങ് കോയിലാണ് അല്ലേ. അത് വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്താണ്, ലോറൻസ് ഫോഴ്സ് ആണ് അല്ലേ, ലോറൻസ് ഫോഴ്സ് ആണ്. സോ ലോറൻസ് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് PMMC ആണ് അല്ലേ. സോ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്ത് മാത്രമേ ഇത് മെഷർ ചെയ്യത്തുള്ളൂ, ഡയറക്റ്റ് കറണ്ട് മാത്രമേ മെഷർ ചെയ്യുള്ളൂ. അതാണ് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. സോ PMMC പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് പോയിന്റ് ആണ്. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, PMMC എന്ത് മാത്രമേ മെഷർ ചെയ്യത്തുള്ളൂ, ഡയറക്റ്റ് കറണ്ട് മാത്രമേ മെഷർ ചെയ്യുള്ളൂ. അതുപോലെ ആക്യുറസി വൈസ് നോക്കുകയാണെങ്കിൽ എന്താണ്, നല്ല ആക്യുറേറ്റ് ആയിരിക്കും അല്ലേ, ഹൈ ആക്യുറസി ആണ്. അതുപോലെ സ്കെയിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, യൂണിഫോം സ്കെയിൽ ആയിരിക്കും. സ്കെയിൽ വൈസ് നോക്കുകയാണെങ്കിൽ യൂണിഫോം സ്കെയിൽ ആയിരിക്കും. അതായത് ഞാൻ നേരത്തെ വരച്ച പടം പോലെ ആ സ്കെയിൽ നോക്കുമ്പോൾ യൂണിഫോം സ്കെയിൽ ആയിരിക്കും. അതിനങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ 5, 10, 15 ഇങ്ങനെ എന്ത് ചെയ്യും, കൃത്യമായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സ്കെയിലുകളായിരിക്കും ആർക്കുള്ളത്, PMMCക്ക് ഉള്ളത്. ഓക്കെ, ഹൈ അക്യുറസി ആയിരിക്കും. നെക്സ്റ്റ് മൂവിങ് അയൺ ആണെങ്കിൽ എന്താണ്, വർക്ക്സ് ഓൺ ദി മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് കറണ്ട്. കറണ്ടിന്റെ മാഗ്നറ്റിക് ഇഫക്റ്റ് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. സോ മൂവിങ് അയൺ എന്ന് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, ഇത് എന്തൊക്കെ മെഷർ ചെയ്യും, AC-യും DC-യും. അപ്പൊ ഇവിടുന്ന് തന്നെ നിങ്ങളത് പഠിച്ചു വെക്കുക. AC ആൻഡ് DC ഡയറക്റ്റ് കറണ്ടും ഓൾട്ടർനേറ്റ് കറണ്ടും മെഷർ ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള ആളാണ് മൂവിങ് അയൺ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് റെഗ് ആൻഡ് ഇക്കണോമിക്കൽ. അപ്പോൾ ഇക്കണോമിക്കലി കുറച്ചും കൂടി നല്ലതാണ് ആര്, മൂവിങ് അയൺ. ഓക്കെ, സോ ഈ ഒരു പോയിന്റ്സ് ഓർത്ത് വെക്കുക. PMMC എന്ന് പറയുന്നത് വിച്ച് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ലോറൻസ് ഫോഴ്സ് ആണ്. സോ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം അല്ലെ, വിച്ച് ഫോഴ്സ് ആണ്, വിച്ച് പ്രിൻസിപ്പിൾ ആണ്, ലോറൻസ് ഫോഴ്സ് ആണ്. അതുപോലെ മൂവിങ് അയണിന്റെ ആണെങ്കിലോ മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് കറണ്ട് ആണ് അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നമുക്ക് നെക്സ്റ്റ് പോവാം.
electrodynamometer. So what is electrodynamometer? Works on the interaction between magnetic field. അല്ലെ, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇന്ററാക്ഷൻ ആണ്, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇന്ററാക്ഷന് കാരണമാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോഡൈനാമോമീറ്റർ വർക്ക് ചെയ്യുന്നത്. സോ ഇവിടെ നോക്കിയേ, ഓരോന്നിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ വേറെയാണ്. ഇവിടെ എന്തുകൊണ്ടാണ് മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് കറണ്ടിന്റെ മാഗ്നറ്റിക് ഇഫക്റ്റ് കാരണമാണ് മൂവിങ് അയൺ ഇൻസ്ട്രുമെന്റ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഇലക്ട്രോഡൈനാമോമീറ്ററിലാണെങ്കിൽ എന്താണ്, വർക്ക്സ് ഓൺ ദി ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദി മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡുകളുടെ ഇന്ററാക്ഷൻ കാരണമാണ് ഇലക്ട്രോഡൈനാമോമീറ്റർ വർക്ക് ചെയ്യുന്നത്. സോ ഇറ്റ് മെഷേഴ്സ് AC ആൻഡ് DC. എന്തൊക്കെ മെഷർ ചെയ്യുന്നുണ്ട്, AC മെഷർ ചെയ്യുന്നുണ്ട്, അതുപോലെ DC പവറും മെഷർ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ആസ് എ വാട്ട് മീറ്റർ. നമ്മളത് എന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഒരു വാട്ട് മീറ്റർ ആയിട്ടാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് അമ്മീറ്റർ? സോ വാട്ട് ഈസ് അമ്മീറ്റർ? ആൻഡ് അമ്മീറ്റർ എന്ന് പറയുന്നത് എന്താണ് അമ്മീറ്ററിന്റെ പ്രത്യേകത? കറണ്ട് മെഷർ ചെയ്യുന്ന ഡിവൈസ് ആണ്. അതുപോലെ എന്താണ് വോൾട്ട് മീറ്റർ? വോൾട്ടേജ് മെഷർ ചെയ്യുന്ന ഡിവൈസ് ആണ്. ആൻഡ് വാട്ട് അബൌട്ട് വാട്ട് മീറ്റർ? വാട്ട് മീറ്റർ എന്താ മെഷർ ചെയ്യുക? പവർ ആണ് അല്ലേ മെഷർ ചെയ്യുക. അപ്പൊ അത് നിങ്ങൾക്ക് കോമൺ ആയിട്ടും അറിയാവുന്ന ആയിരിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അമ്മീറ്ററും വോൾട്ട് മീറ്ററും വാട്ട് മീറ്ററും. അതില് വാട്ട് മീറ്ററിൽ വരുമ്പോൾ അത് ഇലക്ട്രോ ഡൈനാമോമീറ്റർ, അതിലാണ് കൂടുതലും വാട്ട് മീറ്റർ വരുന്നത്. ഓക്കെ, സോ ഇലക്ട്രോ ഡൈനാമോമീറ്റർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡുകളുടെ ഇന്ററാക്ഷൻ കാരണമാണ് എന്നുള്ള പോയിന്റ് പഠിക്കുക. ഇനി ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട മറ്റൊരു പോയിന്റ് എന്താണ്, ഇവിടെ എന്തൊക്കെ പവർ മെഷർ ചെയ്യാൻ പറ്റും? ACയും പറ്റും, DCയും പറ്റും. സോ ഇങ്ങനെ തന്നെ കമ്പയർ ചെയ്ത് പഠിക്കുക. PMMCയിൽ എന്തേ പറ്റുള്ളൂ? DC മാത്രമേ പറ്റുള്ളൂ, ഡയറക്റ്റ് കറണ്ട് മാത്രമേ മെഷർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദെൻ മൂവിങ് അയണിൽ ACയും DCയും പറ്റും. ഇവിടെ എന്ത് പറ്റും? ACയും DCയും പറ്റും. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട, നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യും. സോ അപ്പൊ നിങ്ങൾക്ക് കുറെ കൂടെ എന്ത് ചെയ്യും, ക്ലാരിറ്റി കിട്ടും. കാരണം ഇത് കൺഫ്യൂഷൻ ഉണ്ടാവുന്നതും തിരിഞ്ഞു പോകുന്നതുമാണ്, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഇൻഡക്ഷൻ ടൈപ്പ് ആണ്. സോ വാട്ട് അബൌട്ട് ഇൻഡക്ഷൻ ടൈപ്പ്? വർക്ക്സ് ഓൺ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇത് വർക്ക് ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ കാരണമാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് അതിന്റെ പ്രിൻസിപ്പിൾ. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഓൺലി ഫോർ ആ പോയിന്റ് പഠിച്ചു വെക്കുക. ഇൻഡക്ഷൻ ടൈപ്പ് ആണെങ്കിൽ അത് എന്തിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ? ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, വർക്ക് ചെയ്യുള്ളൂ. സോ അതൊരു അഡീഷണൽ ആയിട്ട് നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഇൻഡക്ഷൻ ടൈപ്പ് ആണെങ്കിൽ അവിടെ എന്ത് മാത്രമേ മെഷർ ചെയ്യുള്ളൂ? AC മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ, മെഷർ ചെയ്യുള്ളൂ. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഇൻ എനർജി മീറ്റേഴ്സ്. നമ്മളത് എവിടെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്? എനർജി മീറ്ററുകളിലാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, എനർജി മീറ്ററിലാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഇൻഡക്ഷൻ ടൈപ്പ് മെയിൻലി എവിടെ യൂസ് ചെയ്യുന്നത് നോക്കുക, എനർജി മീറ്റർ ആണ്. ആൻഡ് ഇറ്റ് മെഷേഴ്സ് എന്താണ്, AC മാത്രമേ എന്ത് ചെയ്യുള്ളൂ, മെഷർ ചെയ്യുള്ളൂ. അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ മസ്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. എക്സാമിന് നിരവധി തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഇൻഡക്ഷൻ ഏതാ മെഷർ ചെയ്യുന്നത്? ഇതിൽ കൂടുതലും ചോദിച്ചിട്ടുള്ളത് ഏതാള് എന്താ മെഷർ ചെയ്യുന്നത്, AC ആണോ DC ആണോ എന്നുള്ളതാണ് കൂടുതലും ചോദിച്ചിരിക്കുന്നത്. വർക്കിംഗ് പ്രിൻസിപ്പിളും ചോദിച്ചിട്ടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് എപ്പോഴും ഈ മെഷർമെന്റ് തന്നെയായിരിക്കും. സോ ഇയാള് സെപ്പറേറ്റ് പഠിച്ചു വെക്കുക. ഇൻഡക്ഷൻ AC മാത്രമേ എന്ത് ചെയ്യുള്ളൂ, മെഷർ ചെയ്യത്തുള്ളൂ. ഓക്കെ, കണ്ടന്റ് എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ, ശരി. ഇനി ഞാനിവിടെ ഒന്നും കൂടി നിങ്ങൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നും കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. സോ അത് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആവും എന്ന് വിചാരിച്ചിട്ടാണ്. സോ PMMC എന്താണ്? PMMC DC മാത്രമേ മെഷർ ചെയ്യുള്ളൂ. ആൻഡ് വാട്ട് അബൌട്ട് മൂവിങ് അയൺ ആണെങ്കിലോ, മൂവിങ് അയൺ ACനെയും DCനെയും എന്ത് ചെയ്യുള്ളൂ, മെഷർ ചെയ്യും. അതുപോലെ ഇൻഡക്ഷൻ ആണെങ്കിലോ ഇറ്റ് ഓൺലി മെഷേഴ്സ് AC. ആ ഒരു പോയിന്റ് മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താ നോക്കിയേ, ഇത് നമ്മുടെ അനലോഗ് മീറ്ററിന്റെ ഒരു പടമാണ്. സോ അനലോഗ് മീറ്റർ ഞാൻ നേരത്തെ വരച്ച് കാണിച്ചതുപോലെ അതിന്റെ പ്രത്യേകത എന്താ അനലോഗ് മീറ്ററിന്റെ? യെസ്, അനലോഗ് മീറ്ററിന്റെ അകത്ത് സ്കെയിലും ഉണ്ടായിരിക്കും, അതുപോലെ എന്തും ഉണ്ടായിരിക്കും, ഇറ്റ് ഹാവിങ് എന്താ ഒരു എന്താണൊരു സ്കെയിലും ഉണ്ടായിരിക്കും, ഒരു പോയിന്ററും ഉണ്ടായിരിക്കും അല്ലേ. സോ ഈ പോയിന്റർ എന്ത് ചെയ്യും, കറക്റ്റ് മെഷർമെന്റ് എത്തുമ്പോൾ ഇങ്ങനെ ഡിഫ്ലക്ട് ചെയ്ത് എവിടെയാണെന്ന് വെച്ചാൽ റീഡിങ് കാണിക്കും. നമ്മൾ അത് നോക്കിയെടുത്ത് എഴുതും, വാല്യൂ എടുത്ത് എഴുതും. ഇതാണ് നമ്മൾ നോർമലായിട്ട് കണ്ടിട്ടുള്ള അനലോഗ് മീറ്റർ അല്ലേ. സോ അനലോഗ് മീറ്റർ
നമ്മുടെ ലാബിലൊക്കെ ഉള്ളതാണിത് അല്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ലാബിലൊക്കെ ഉള്ളതാണ്. സോ അതിൻ്റെ അകത്ത് എപ്പോഴും ഒരു സ്കെയിലും ഒരു നീഡിലും ഉണ്ടായിരിക്കും. പിന്നെ എന്താണ്, ഒരു ടെസ്റ്റ് പ്രോബ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ അത് നിങ്ങൾ കൂടുതൽ ഡെപ്തിലോട്ട് പോകണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫിഗർ തന്നിരിക്കുന്നേ ഉള്ളൂ. സോ അത് ആ ഒരു ഐഡിയ അങ്ങനെ ചിന്തിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. ഓക്കെ, ഇനി ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിന്റെ ഇസെൻഷ്യൽ പാർട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ അനലോഗ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിലും ആവശ്യമുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധിക്കുക എന്തൊക്കെയാ വേണ്ടത്. ഏത് നമ്മൾ പറയുന്നത് അനലോഗ് ആണ്, ഡിജിറ്റലിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലേ, പക്ഷെ അനലോഗ് ആണ് നമ്മൾ പഠിക്കുന്നത്. അനലോഗിനകത്ത് എന്തൊക്കെ വേണം എന്നുള്ളതാണ് പഠിക്കുന്നത്. എന്തൊക്കെയാ വേണ്ടത് അനലോഗിനുള്ളിൽ ഒരു ഡിഫ്ലക്റ്റിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കണം. പിന്നെ എന്തുണ്ടായിരിക്കണം, ഒരു കൺട്രോളിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കണം. സോ ഡിഫ്ലക്റ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് എന്തിനായിരിക്കും ഡിഫ്ലക്റ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്? മെയിൻലി പ്രൊഡ്യൂസസ് ദ ഫോഴ്സ് ദാറ്റ് മൂവ്സ് ദി പോയിന്റർ. അതായത് ഇതെൻ്റെ ഒരു സ്കെയിലാണെങ്കിൽ ഈ സ്കെയിലിൽ എനിക്ക് ഇവിടെ നിൽക്കുന്ന ഈ നീഡിലിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം അല്ലേ, ഇങ്ങോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കാനുള്ള കഴിവ് വേണം. സോ പ്രൊഡ്യൂസേഴ്സ് അതിന് വേണ്ടിയിട്ടുള്ള ഫോഴ്സ് ആണ് ആര് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡിഫ്ലക്ഷന് വേണ്ടി ഉള്ള ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ദാറ്റ് മൂവ്സ് ദി പോയിന്റർ. അപ്പൊ ഈ പോയിന്റർ എന്ത് ചെയ്യും, പോയിന്റർ അനങ്ങും അല്ലേ, പോയിന്റർ മൂവ് ചെയ്യും. സോ ദാറ്റ് ഈസ് മെയിൻ പോയിന്റ്. ഡിഫ്ലക്റ്റീവ് സിസ്റ്റത്തിന്റെ അകത്ത് എന്താ ചെയ്യുന്നത്, പോയിന്ററിനെ മൂവ് ചെയ്യിപ്പിക്കും. സോ വാട്ട് അബൌട്ട് കൺട്രോളിംഗ് സിസ്റ്റം? നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ഒരു പോയിന്റർ ഇവിടെ ഒരു 5 കാണിച്ചു, 5 റീഡിങ് കാണിച്ചു. സി ഈ 5 എന്നുള്ളത് ഇവിടെ കാണിച്ചു. ഈ നെക്സ്റ്റ് എന്ത് ചെയ്യണം, ഓക്കെ സി അപ്പൊ നമുക്കിപ്പോ എന്താ വേണ്ടത്, ഇപ്പൊ ഇവിടെ ഈ ഒരു കൺട്രോളിങ് ടോർക്ക് ഇവിടെ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഈ 5 തന്നെ വന്ന് നിന്നു എന്ന് വിചാരിക്കുക. ഇവിടെ നിന്നിട്ട് ഇത് ഇങ്ങോട്ടോ അങ്ങോട്ടോ പോവാതെ ആ ഫൈനൽ പൊസിഷനിൽ തന്നെ നിൽക്കണമെങ്കിൽ അതിനൊരാൾ ഹെൽപ്പ് ചെയ്യണ്ടേ. അതാണ് നമ്മുടെ കൺട്രോൾ പോയിന്റർ മൂവ്മെന്റ്. മീൻസ് അതിനൊന്ന് പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന ആളാണ് കൺട്രോളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ 5 റീഡിങ് കാണിച്ചു എങ്കിൽ ഈ ഫൈനൽ പൊസിഷനിൽ ഈ ഡിഫ്ലക്ഷൻ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളല്ലേ, ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കും അല്ലേ. അപ്പൊ അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെ എനിക്ക് എന്ത് ചെയ്യണം, ഇവിടെ പിടിച്ച് നിർത്തണം അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ആളാണ് കൺട്രോളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് കൺട്രോളിംഗ് സിസ്റ്റത്തിന്റെ കാര്യം പറയാനുള്ളത്. സോ വാട്ട് അബൌട്ട് കൺട്രോളിംഗ് സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൺട്രോളിംഗ് സിസ്റ്റം എന്താണ്, പോയിന്റർ ടു ഇറ്റ്സ് ഫൈനൽ പൊസിഷനിലേക്ക് നിർത്തും. സോ നമ്മൾ 2 പോയിന്റാണ് പഠിച്ചത്, ഒന്ന് ഡിഫ്ലക്ഷൻ സഹായിക്കുന്ന ആളും മറ്റൊന്ന് കൺട്രോളിങ്ങിന് സഹായിക്കുന്ന ആളും. സോ 2 പോയിന്റ് ഓക്കെ ആണല്ലോ, ശരി. ഇനി നമുക്ക് പഠിക്കാനുള്ള 3ാമത്തെ ആളാണ് ഡാമ്പിംഗ്. സോ വാട്ട് ഈസ് ഡാമ്പിംഗ്? ഡാമ്പിംഗ് എന്ന് പറയുന്ന ടേം നിങ്ങൾക്ക് അറിയാം, കുറച്ചു പേർക്കെങ്കിലും ഫെമിലിയർ ആയിരിക്കും. വാട്ട് ഇസ് ഡാമ്പിംഗ്? ഡാമ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓസിലേഷൻസ് ഒരിക്കലും നല്ലതല്ല. നമുക്കൊരു റീഡിംഗ് എടുക്കാനാണെങ്കിൽ ഈ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ, അതായത് മൂവ് ചെയ്തുകൊണ്ടിരുന്നാൽ അല്ലേ, അതിന് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു ഫൈനൽ റീഡിംഗ് എടുക്കാനായിട്ട് പറ്റില്ല. അതിന്റെ റീഡിംഗ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, നമുക്ക് കൺഫ്യൂസ്ഡ് ആവും അല്ലേ, 5 ആണോ 10 ആണോ, താഴോട്ട് ഇറങ്ങി വരുമ്പോൾ അത് 8 ആണോ, ഇങ്ങനെ എന്ത് ചെയ്യും, കൺഫ്യൂഷൻ വന്നുകൊണ്ടിരിക്കും, റൈറ്റ്. അപ്പൊ അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ ഓസിലേഷൻസിന് എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്, പ്രിവെന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ അതിനെ യൂസ് ചെയ്യുന്ന ആളാണ് ഡാമ്പിംഗ് സിസ്റ്റം. സോ മാക്സ് മേക്സ് ദ പോയിന്റർ സെറ്റ് ക്വിക്ലി. അപ്പം എന്ത് ചെയ്യും, സെറ്റിൽ ചെയ്യിപ്പിക്കും അല്ലേ, ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളിനെ എന്ത് ചെയ്യും, സെറ്റിൽ ചെയ്യിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഡാമ്പിംഗ്. നെക്സ്റ്റ് ഇസ് ഇൻഡിക്കേറ്റിംഗ് ആണ്. ഇൻഡിക്കേറ്റിംഗ് സിസ്റ്റം എന്താ ചെയ്യുക, ഇൻഡിക്കേറ്റിംഗ് ആ വേർഡ് പറയുന്ന പോലെ തന്നെ നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ അനലോഗിലെ ഇൻഡിക്കേഷൻ കാണിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഇൻഡിക്കേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, അതിലൊരു പോയിന്ററും ഉണ്ടായിരിക്കും, ഒരു സ്കെയിലും ഉണ്ടായിരിക്കും. അപ്പൊ എന്ത് ചെയ്യും, ആ മെഷേർഡ് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്പ്ലേ ചെയ്യുന്നത് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അവിടെ 5 കാണിക്കുന്നത് നമ്മൾ എഴുതിയെടുക്കുകയാണ് ചെയ്യുന്നത്. സോ മെയിൻ കൺസിസ്റ്റ് ഓഫ് എ സ്കെയിൽ, അതിനെന്തായാലും ഒരു സ്കെയിൽ ഉണ്ടായിരിക്കും. മാർക്ക് വിത്ത് മെഷർമെന്റ് വാല്യൂസ് ഈ 5, 10, 15 എന്നുള്ള രീതിക്ക് ഉണ്ടായിരിക്കും. ഞാൻ വളരെ ബേസ് എന്നാണ് പറയുന്നത്, അറിയാത്തവരുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടും കൂടി മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ്. അറിയുന്നവരുണ്ടെങ്കിൽ കുറച്ചും കൂടെ സ്പീഡിൽ കേട്ട് പോവാം, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ അത് നിങ്ങൾക്ക് സ്പീഡിൽ കേട്ട് പോവാം. പക്ഷെ അറിയാത്തവർ, ആദ്യമായിട്ട് എക്സാമിൽ വരുന്നവർക്കും നമുക്ക് മനസ്സിലാക്കി കൊടുക്കണം അല്ലേ. അതുകൊണ്ടാണ് കുറച്ച് കുറച്ചും കൂടി ഒന്ന് സിമ്പിളായിട്ട് പറഞ്ഞു പോകുന്നത് കേട്ടോ. സോ ഈ പറഞ്ഞ പോലെ മെഷർമെന്റ് വാല്യൂ എന്ത് ചെയ്യും, നമ്മൾ മാർക്ക് ചെയ്ത് വെക്കും. നെക്സ്റ്റ് എന്തൊക്കെയാണ് ഫൈനലി ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ്.
ആക്ച്വലി അത് ഡിഫ്ലക്റ്റ് ചെയ്യും, പക്ഷെ ആ ഡിഫ്ലക്ഷൻ നമ്മൾ കൺട്രോൾ ചെയ്യുന്നു, ഓസിലേഷനെ ഡാംബോട്ട് ചെയ്യുന്നു, നമുക്ക് ഫൈനൽ ഒരു വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിക്കുന്നു. ഇത്രയുമാണ് അവിടെ നടക്കുന്നത് അല്ലേ. ആൻഡ് വാട്ട് അബൌട്ട് ദ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഇസ് ദ ടോർക്ക് ദാറ്റ് മൂവ്സ് ദ പോയിന്റർ ഫ്രം ദ സീറോ പൊസിഷൻ. അതായത് ഇതെന്റെ സ്കെയിലാണെന്ന് വിചാരിക്കുക, ദാ ഇതെന്റെ പോയിന്റർ. ഈ പോയിന്റർ ഫസ്റ്റ് എവിടെ ആയിരിക്കും ഇരിക്കുന്നത്? ആദ്യം 0-ലായിരിക്കും ഇരിക്കുന്നത് അല്ലെ. ഈ 0-ൽ നിന്ന് ഇദ്ദേഹത്തെ എനിക്ക് എന്ത് ചെയ്യണം? റീഡിങ്ങിൽ കൊണ്ടുവരണം, ഇവിടെ എത്തിക്കണം അല്ലേ. അത് ചുമ്മാ എത്താൻ പറ്റുമോ? ഇല്ല. സോ അതിന് എൻ്റെ റീഡർ ആ ഒരു പോയിന്ററിനെ എത്തിക്കുന്ന ആളിനെയാണ് ഞാൻ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്താ ചെയ്യുന്നത്? ദാറ്റ് മൂവ്സ് ദ പോയിന്റർ ഫ്രം ദ സീറോ പൊസിഷൻ. ഈ 0 പൊസിഷൻ എന്ന ആളെ എന്ത് ചെയ്യും? മാറ്റി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ അതാണ് നമ്മൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്കിൽ പഠിക്കേണ്ടത്. അത്ര ആലോചിച്ച് നോക്കിയാൽ 0-ൽ നിൽക്കുന്ന ആളിനെ എന്ത് ചെയ്യും? നമുക്ക് വേണ്ട ആ ഒരു ഫൈനൽ വാല്യൂ മീൻസ് ആ ഒരു മെഷേർഡ് വാല്യൂലോട്ട് എത്തിക്കണ്ടേ. സോ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. സോ ഇതെങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? ഈ പറയുന്നത് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഇഫക്റ്റ് ഉണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക് ഇഫക്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഹെൽപ്പ് ചെയ്യുന്ന ഈ പറഞ്ഞ ഒരു ഡിഫ്ലക്ഷൻ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ വെറുതെ ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യില്ലല്ലോ. അപ്പൊ അത് ഒന്നുകിൽ മാഗ്നറ്റിക് ഇഫക്റ്റ് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഇഫക്റ്റ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. വാട്ട് ഇസ് അപ്പം മേക്സ് എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മൂവ്സ് ദ മൂവിംഗ് സിസ്റ്റം അല്ലെ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ഫംഗ്ഷൻ അവിടെ എന്താ ചെയ്യുന്നത്? ഈ മൂവിംഗ് സിസ്റ്റത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? അനക്കുന്നുണ്ട് അല്ലെ. ഇൻഡിക്കേറ്റർ മെഷേർഡ് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിയുടെ മെഷർമെന്റ് കാണിച്ചു തരുന്നുണ്ട്. സോ ഇവിടെ നടക്കുന്ന ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന്റെ കാര്യമാണ് പറഞ്ഞത്. സോ ഇതാണ് അതിന്റെ ഒരു ഫിഗർ. സോ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ 2 പോൾസ് ഉണ്ടാകും, നോർത്ത് പോൾ, സൗത്ത് പോൾ. എന്നിട്ട് എന്തുണ്ടായിരിക്കും? സ്കെയിൽ ഉണ്ടായിരിക്കും. ദിസ് ഇസ് സ്കെയിൽ ആൻഡ് എ പോയിന്റർ ഉണ്ടായിരിക്കും. ആൻഡ് ദിസ് പോയിന്റർ വിച്ച് മൂവ്സ് ഫ്രം ദ സീറോ പൊസിഷൻ. ആ 0 പൊസിഷൻ എന്നായിരിക്കും ആൾ എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്ത് തുടങ്ങുന്നത്. ആ മൂവ് ചെയ്ത് തുടങ്ങിയിട്ട് ഫൈനലി നമുക്ക് വേണ്ട പൊസിഷനിൽ പോയി ആള് നിൽക്കും അല്ലേ. നെക്സ്റ്റ് എന്താ? ഒരു സ്കെയിൽ ഉണ്ടാവും, അതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. സ്പ്രിംഗ് ഉണ്ടാവും, മെയിൻലി കൺട്രോൾ സ്പ്രിംഗ്. നമുക്കിപ്പോൾ സ്പ്രിംഗ് എന്ന് പറയുന്നത് വേണ്ടത് കൺട്രോളിങ് ആക്ഷനാണ്. നമ്മളത് പഠിക്കുന്നുണ്ട്. സോ അത് നമുക്ക് നോക്കാം. അപ്പോൾ സോ ഇതാണ് ഒരു ബേസിക് ഓവറോൾ ഫിഗർ പറയുന്നത്. ഓക്കെ അല്ലേ. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ഈ പറയുന്ന ഇൻഡിക്കേഷൻ ഇൻസ്ട്രുമെന്റിലുള്ള പോർഷൻസ് ആണ് ഇതൊക്കെ. ഇനി കൺട്രോളിങ് ടോർക്കിന്റെ ന്യൂട്ടൺ മീറ്റർ എന്നുള്ളതാണ് അതിന്റെ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. സോ വാട്ട് അബൌട്ട് ദിസ് കൺട്രോളിങ് ടോർക്ക്? കൺട്രോളിങ് ടോർക്ക് എന്താ ചെയ്യുക? ഇറ്റ് ഒപ്പോസസ്. എന്തിനെ ഒപ്പോസ് ചെയ്യുന്നത്? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് അല്ലെ. ആൻഡ് സ്റ്റോപ്പ് ദ പോയിന്റർ അറ്റ് കറക്റ്റ് റീഡിങ് അല്ലെ. ആ ഒരു പോയിന്ററിനെ കറക്റ്റ് റീഡിങ്ങിൽ എനിക്ക് പിടിച്ചു നിർത്തണം. അതായത് 5 ആണ് എന്റെ റീഡിങ് എങ്കിൽ ഈ 5 തന്നെ ഇയാൾ നിൽക്കണം. ഡിഫ്ലക്ട് ചെയ്യാൻ പാടില്ല, ഇങ്ങോട്ടും അങ്ങോട്ടും മൂവ് ചെയ്യാനായിട്ട് പാടില്ല. സോ ബാലൻസ് ദ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്, റിട്ടേൺ ദ പോയിന്റർ ടു 0. പോയിന്റർ എന്ത് ചെയ്യണം? 0 പൊസിഷനിൽ നിൽക്കണം. പ്രിവെന്റ് ഓവർ ഡിഫ്ലക്ഷൻ. ഡിഫ്ലക്ഷൻ എന്ത് ചെയ്യണം? നമുക്ക് പ്രിവെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ. ആ ഡിഫ്ലക്ഷൻ ഉണ്ടാവാനായിട്ട് പാടില്ല. ഓക്കെ അല്ലേ. സോ ദീസ് ആർ ദ തിങ്സ് ദാറ്റ് ഹാപ്പൻ ഓൺ ദി കൺട്രോളിംഗ് ടോർക്ക്. കൺട്രോളിംഗ് ടോർക്കിൽ നടക്കുന്നത് ഡിഫ്ലക്ഷൻ എന്ത് ചെയ്യുന്നു? ആള് ഒപ്പോസ് ചെയ്യുവാണ് മെയിൻ ആയിട്ടും ചെയ്യുന്നത്. പിന്നെ ആൻഡ് ബാലൻസ് ദ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് അല്ലെ. ഡിഫ്ലക്റ്റിംഗ് ടോർക്കിനെ ബാലൻസ് ചെയ്യുന്നു. റിട്ടേണിംഗ് ദ പോയിന്റർ ടു 0. 0യിലേക്ക് പോയിന്ററിനെ കൊണ്ടുവരുന്നു. ആൻഡ് പ്രിവെന്റ്സ് ദ ഓവർ ഡിഫ്ലക്ഷൻ. ഓവർ ഡിഫ്ലക്ഷൻ എന്ത് ചെയ്യുന്നു? ആള് കുറച്ച് തരുന്നു. ഇത്രയും കാര്യങ്ങൾ ആര് ചെയ്യുന്നുണ്ട്? കൺട്രോളിംഗ് ടോർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ മാത്രമേ പോയിന്റർ അവിടെ സ്റ്റക്ക് ചെയ്ത് നിൽക്കത്തുള്ളൂ അല്ലേ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ കൺട്രോൾ എങ്ങനെ സാധ്യമാവുന്നതാണ്? സ്പ്രിംഗ് കൺട്രോൾ. നമ്മൾ കൊടുക്കുന്നത് സ്പ്രിംഗ് കൺട്രോൾ ആണ്. സ്പ്രിംഗ് കൺട്രോൾ. സോ വാട്ട് ഈസ് സ്പ്രിംഗ് കൺട്രോൾ? സ്പ്രിങ് അതായത് നമ്മുടെ സാധാ സ്പൈറൽ സ്പ്രിങ് അല്ലെ. സ്പൈറൽ സ്പ്രിങ് ആണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത്. സോ സ്യൂട്ടബിൾ ഫോർ പോർട്ടബിൾ ഇൻസ്ട്രുമെന്റ്സ്. പോർട്ടബിൾ എന്ന് വെച്ചാൽ എന്താണ്? മൂവ് ചെയ്യിപ്പിക്കാം, അതായത് കുറച്ച് മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന പോർട്ടബിൾ ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് സ്യൂട്ടബിൾ ആണ്. ആൻഡ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കൺട്രോളിങ് ആക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറയുന്ന ടോപ്പിക്ക് ശ്രദ്ധിക്കുക. നമുക്ക് ഈ പറഞ്ഞ കൺട്രോളിങ് ആക്ഷൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ സ്പ്രിങ് പറഞ്ഞില്ലേ, അതിന് പകരം നമുക്ക് ഗ്രാവിറ്റിയും ഉപയോഗിക്കാം. അപ്പോൾ ഈ ഗ്രാവിറ്റി എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കിയേ. നമ്മളെല്ലാവരും ഭൂമിയിൽ നിൽക്കുന്നു. ഈ ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്നതിന് കാരണം ഗ്രാവിറ്റേഷൻ ആണ്. ഓക്കെ, ആക്ച്വലി അതൊരു വെർട്ടിക്കൽ അല്ലേ അതിന്റെ ഒരു ആക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു മനുഷ്യൻ ഇങ്ങനെ നിൽക്കുന്നു, അപ്പൊ അദ്ദേഹത്തിന് താഴേക്ക് എന്ത് ചെയ്യുന്നു? ഒരു വെർട്ടിക്കൽ ഫോഴ്സ് വലിച്ച് പിടിച്ചു നിർത്തുന്നു അല്ലേ. ഓക്കെ, അത് മൂവ്മെന്റ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആക്ഷൻ ആണ് നടക്കുന്നത്. സോ
ഈ പറഞ്ഞ ഗ്രാവിറ്റേഷൻ അപ്പൊ ആർക്കേ സ്യൂട്ടബിൾ ആവുള്ളൂ? വെർട്ടിക്കൽ പൊസിഷന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? സ്യൂട്ട് ചെയ്യുള്ളൂ. സോ ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൺലി സ്യൂട്ടബിൾ ഫോർ ആർക്ക്? വെർട്ടിക്കൽ പൊസിഷന് മാത്രമേ സ്യൂട്ട് ചെയ്യുള്ളൂ. അപ്പൊ അതൊരു പോയിന്റ് ആണ്, വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ദർ ആർ 2 type of controls. We can use gravity control and also spring control. And what about this gravity control? Gravity control ഒരു പ്രശ്നം അത് വെർട്ടിക്കലിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ്. അപ്പൊ സ്പ്രിംഗ് കൺട്രോളിന് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഓക്കെ, ശരി. ഇതാ ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നുണ്ടോ? നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? ഒരു പോയിന്റർ ഉണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ സ്കെയിൽ അല്ലേ? ഈ സ്കെയില് പോയിന്റർ ഉണ്ടായിരിക്കുന്നു. ഇവിടെ ഒരു ബാലൻസ്ഡ് വെയിറ്റ് ഉണ്ട്. ഓക്കെ, ഒരു വെയിറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ കൺട്രോൾ സ്പ്രിംഗ് ഉണ്ടായിരിക്കും. ഇതാണ് സ്പ്രിംഗ് അല്ലേ? ഈ കൺട്രോൾ സ്പ്രിങ്ങിന്റെ ആക്ഷൻ വഴി നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? പിടിച്ചു നിർത്താനായിട്ട് പറ്റും. സോ ഇതിലെ പോയിന്റ്സ് നിങ്ങൾക്ക് ക്ലിയർ ആവണം, എന്നാലേ മുന്നോട്ട് പഠിക്കുമ്പോൾ ഈസി ആയിട്ട് തോന്നുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളത് മാർക്ക് ചെയ്തിട്ട് ചോദിക്കുക. ഓക്കെ, കൺട്രോൾ സ്പ്രിങ്, ദെൻ യൂണിഫോം സ്കെയില്, പോയിന്റർ, എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ, ഇതാണ് ഒരു ഗ്രാവിറ്റി കൺട്രോള്. ഗ്രാവിറ്റി കൺട്രോൾ പഠിക്കണം എന്ന് പറയുന്നത് ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ, ഗ്രാവിറ്റി കൺട്രോളിന്. അതുകൊണ്ടാണ് പഠിക്കാൻ പറയുന്നത്. അപ്പോൾ ഗ്രാവിറ്റി കൺട്രോളില് ഇതൊരു 0 സ്കെയിൽ നിൽക്കുന്നതായിരുന്നു. ഈ 0 സ്കെയിലിൽ ഇരിക്കുന്ന ആള് എന്ത് ചെയ്തു? ഡിഫ്ലക്ട് ചെയ്തു. തീറ്റ ആംഗിൾ ഡിഫ്ലക്ട് ചെയ്തു. എത്ര ആംഗിൾ ഡിഫ്ലക്ട് ചെയ്തു? തീറ്റ ആംഗിൾ ഡിഫ്ലക്ട് ചെയ്തു. സോ ഈ ഒരു തീറ്റ ആംഗിൾ ഡിഫ്ലക്ട് ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കുക. സോ അതിനെന്താണ്? സൈൻ തീറ്റ, കോസ് തീറ്റ എന്ന് പറഞ്ഞിട്ട് 2 കമ്പോണന്റ് ഉണ്ടായിരിക്കും. ആ സൈൻ തീറ്റ കമ്പോണന്റ് ആയിരിക്കും ഈ പറയുന്ന വ്യക്തിനെ താഴോട്ട് വലിക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ഒരു പൈവേറ്റഡ് സ്പിൻഡിലുണ്ട്, ഒരു കൺട്രോൾ വെയിറ്റ് ഉണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? നിലവിൽ ഉള്ളത്. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ പോയിന്റർ ഡിഫ്ലക്റ്റഡ് ത്രൂ ആംഗിൾ തീറ്റയിലോട്ട് ഡിഫ്ലക്ട് ചെയ്യുന്നു. പോയിന്റർ അറ്റ് 0 പൊസിഷനിലായിരുന്നു, അത് തീറ്റയിലോട്ട് ഡിഫ്ലക്ട് ചെയ്തു. ഇവിടെ ഒരു ബാലൻസ്ഡ് വെയിറ്റ് വെച്ചിട്ടുണ്ട്, ഒരു പൈവറ്റഡ് സ്പിൻഡിൽ വെച്ചിട്ടുണ്ട്. ദെൻ ഇതിനെ നമ്മൾക്ക് ഈ പറഞ്ഞ ഒരു താഴേക്ക് വലിക്കാനായിട്ടൊരു കൺട്രോൾ വെയിറ്റ് വെച്ചിട്ടുണ്ട് അല്ലേ? ആ കൺട്രോൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സ്പ്രിംഗ് കൺട്രോൾ അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, ഗ്രാവിറ്റി കൺട്രോൾ ആണ്. സോ അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഒരു കൗണ്ടർ വെയിറ്റ് താഴേക്ക് കൊടുക്കേണ്ടി വരുന്നത്, താഴേക്ക് ഒരു വെയിറ്റ് കൊടുക്കുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഗ്രാവിറ്റി കൺട്രോളിനെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പോൾ ഗ്രാവിറ്റി കൺട്രോൾ എന്താണ്? ഗ്രാവിറ്റി കൺട്രോളില് ആക്ച്വലി ഒരു കൗണ്ടർ വെയിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മുകളിലോട്ടുള്ളതും ഈ താഴേക്ക് ഒരു കൗണ്ടർ വെയിറ്റും കൂടെ ആക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യുന്ന പറ്റും? ഈ ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ? സ്പ്രിംഗ് അല്ല, കൺട്രോളിങ് ആക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ സ്പ്രിങ് യൂസ് ചെയ്യുന്നില്ല. സോ ഞാൻ പറഞ്ഞതിലുള്ള മിസ്റ്റേക്ക് ആണ്. ഇവിടെ സ്പ്രിങ് ഇല്ല. ഓക്കെ, സ്പ്രിങ് ഇല്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? ഒരു വെയിറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രാവിറ്റി ആണ് ഇവിടെ കൺട്രോൾ വെയിറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഡാമ്പിംഗ് ടോർക്ക്. സോ ഡാമ്പിംഗ് ടോർക്ക് പ്രിവെന്റ്സ് ദ പോയിന്റർ ഫ്രം ഓസിലേറ്റിംഗ് ആൻഡ് ഹെൽപ്പ് ഇറ്റ് സെറ്റിൽ ക്വിക്ലി അറ്റ് ദി കറക്റ്റ് റീഡിങ്. നേരത്തെ പറഞ്ഞ പോലെ ഡാമ്പിംഗ് ചെയ്യുന്ന ആക്ഷൻ. ആൻഡ് നീഡ് ഫോർ ഡാമ്പിംഗ് എന്താണ്? നമുക്ക് വൈബ്രേഷൻസ് റെഡ്യൂസ് ചെയ്യണം. ആൻഡ് ഗിവ്സ് ക്വിക്ക് ആൻഡ് സ്റ്റഡി റീഡിങ്സ്. നമുക്ക് എളുപ്പത്തിൽ റീഡിങ്സ് കിട്ടണം അല്ലേ? ആൻഡ് ഇംപ്രൂവ്സ് മെഷർമെന്റ് ആക്യുറസി. നമുക്ക് എന്ത് ചെയ്യണം? മെഷർമെന്റിന്റെ ആക്യുറസി എളുപ്പത്തിൽ കിട്ടണം. സോ ഇത് ഡാമ്പിങ്ങിനെ പറ്റിയിട്ടുള്ള കാര്യമാണ്. സോ നമുക്ക് ഈ ഓസിലേഷൻ മാറാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ പഠിക്കേണ്ട ഒരു പോയിന്റ്, ഡാമ്പിംഗ് എന്ന് പറയുന്നത് എന്തിനാണ് ചെയ്യുന്നത്? ഡാമ്പിംഗ് ടോർക്ക് ഓസിലേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള പോയിന്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി ഡാമ്പിംഗ് പലതരത്തിലുണ്ട്. ഓക്കെ, ഒന്ന് എയർ ഫ്രിക്ഷൻ ഉണ്ട്, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഉണ്ട്, എഡി കറന്റ് ഉണ്ട്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ പോയിന്റ്. ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആണ്. സോ നമുക്ക് പല രീതിക്കും ഈ പറഞ്ഞ ഓസിലേഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഡാമ്പിംഗ് ചെയ്യാം. സോ അതാണ് ഞാൻ പറഞ്ഞത്, ഡാമ്പിംഗ് പല രീതിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ പോലെ ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഏതാണ്? എഡി കറന്റ് ഡാമ്പിംഗ് ആണ്. ഇതിൽ തന്നെ ഈ പറഞ്ഞ എയർ ഫ്രിക്ഷൻ, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ, എഡി എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പം നിങ്ങൾ ഇതിൽ വിച്ച് ഇസ് ദ ബെസ്റ്റ് മെത്തേഡ് ഓഫ് ഡാമ്പിംഗ് എന്ന് ചോദിച്ചാൽ എഡി കറന്റ് ആണ്. ഓക്കെ, സോ പെർമനന്റ് മാഗ്നറ്റിക് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ് ജനറലി യൂസിങ്. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, BSc എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണിത്. PMMCക്ക് എപ്പോഴും യൂസ് ചെയ്യുന്നത് ആരെയാണ് യൂസ് ചെയ്യുന്നത്? എഡി കറണ്ടിനെയാണ് എപ്പോഴും ആര് യൂസ് ചെയ്യുന്നത്? PMMC യൂസ് ചെയ്യുന്നത്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. PMMC എന്ത് തരം ഡാമ്പിംഗ് ആണ് യൂസ് ചെയ്യുന്നത്? അപ്പൊ ഏത് ഡാമ്പിംഗ് യൂസ് ചെയ്യുന്നത്? എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്ത് പോകുമ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതും കൂടി ആഡ് ചെയ്തിട്ടാണ് സ്ലൈഡ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അത് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റഡ് ആണ്. നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയാലും ഇതിൽ 1-2 ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. 5 ക്വസ്റ്റ്യനോളെങ്കിലും നമുക്ക് കിട്ടും. സോ ഈ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം? പഠിച്ചു പോവാം. സോ ഇതിൻ്റെ അകത്ത് തന്നെ PMMC എന്താണ്? എഡി കറന്റ് ഡാമ്പിംഗ് ആണ്. സോ നോക്കിക്കേ,
അത് മെയിൻലി എന്താ ചെയ്യുന്നത്, ഡിഫ്ലക്ട് ചെയ്യും. ഡിഫ്ലക്ട് ചെയ്യുമ്പോൾ കൺട്രോളിങ് ആക്ഷൻ വഴി അതിനെ കൺട്രോൾ ചെയ്യും, അതിനെ സ്റ്റോപ്പ് ചെയ്യും അല്ലേ, എന്നിട്ട് സെറ്റിൽ ക്വിക്ക്ലി. ഇത്രയും കാര്യങ്ങളായിരിക്കും എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. സോ ഡാമ്പിങ് ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ ഓസിലേഷൻസിന് എല്ലാം എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യും, കറക്റ്റ് മെഷർമെന്റ് കാണിച്ചു തരും അല്ലേ. സോ ഇത്രയും ഓക്കെ അല്ലേ. അപ്പം നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് എന്താണെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല അല്ലേ. എയർ ഫ്രിക്ഷനിൽ, ഫ്ലൂയിഡ് ഫ്രിക്ഷനിൽ, എഡ്ഡി കറണ്ട്, നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. മെയിൻലി ഇത്രയും ടൈപ്പ് ഓഫ് ഡാമ്പിംഗ് ഉണ്ട്. അത് പലതും പലയിടത്താണ് യൂസ് ചെയ്യുന്നതെന്നും കൂടി ഓർത്ത് വെക്കുക. സോ ഒരു ഡാമ്പിംഗ്, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഡാമ്പിങ്ങിന്റെ ഒരു ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ഇലക്ട്രോ മാഗ്നറ്റിക് ഡാമ്പിങ്ങിൽ നമ്മൾ എങ്ങനെയാണ് ഡാമ്പിംഗ് യൂസിങ് ഇലക്ട്രോ മാഗ്നറ്റുകൾ ഉപയോഗിച്ച് ചെയ്യുന്നതെന്നുള്ളതാണ്. ജസ്റ്റ് ഒന്ന് റെപ്രസെന്റേഷൻ നോക്കിയാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാം നമുക്ക്. സോ ഇവിടെ ഒരു എയർ ചേംബർ കണ്ടോ. ആക്ച്വലി എയർ ഫ്രിക്ഷൻ ഡാമ്പിങ്ങിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എയർ ചേംബർ ആണ് ഇവിടെ ഹെൽപ്ഫുൾ ആവുന്നത്. നമുക്ക് എയർ ചേംബർ ആണ് എന്ത് ചെയ്യുന്നത്, ഡാമ്പിങ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് എയർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അപ്പൊ എയറിന്റെ ഒരു പ്രത്യേകത, എയർ എന്ത് ചെയ്യുന്നില്ല, എയർ ഫർദർ മൂവ്മെന്റിനെ പോകാൻ സമ്മതിക്കുന്നില്ല. അത് എന്താണ്, അതിനൊരു ഫ്രിക്ഷൻ ഉണ്ടാവും അല്ലേ. അപ്പൊ അത് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡാമ്പിങ് ആക്ഷൻ നടത്തുന്നത്. സോ നമുക്ക് പഠിക്കാം. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഡിവൈസസ് ഓരോന്നായിട്ട് നോക്കാം. എന്നിട്ട് ഈ പറഞ്ഞ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിയിൽ നമുക്ക് പഠിച്ചു പോവാം. ഫസ്റ്റ് അമ്മീറ്റർ ആണ്. സോ അമ്മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ അമ്മീറ്റർ എന്താ മെഷർ ചെയ്യാം, അമ്മീറ്റർ കറണ്ട് ആണ് അല്ലേ മെഷർ ചെയ്യുന്നത്. സോ ആൻ അമ്മീറ്റർ ഇസ് എൻ ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് യൂസ് ടു മെഷർ ദ ഇലക്ട്രിക് കറണ്ട് ഫ്ലോയിങ് ത്രൂ എ സർക്യൂട്ട്. ഒരു സർക്യൂട്ടിൽ കൂടി പോകുന്ന ഇലക്ട്രിക് കറണ്ടിനെയാണ് ആര് മെഷർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്, അമ്മീറ്റർ അല്ലേ. അപ്പോൾ കറണ്ട് മെഷർമെന്റിന് സഹായിക്കുന്ന ആളാണ് അമ്മീറ്റർ എന്ന് പറയുന്നത്. അതിന്റെ യൂണിറ്റ് ആംബിയർ ആണ് അല്ലേ, സിമ്പൽ എ ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അമ്മീറ്ററിനെ പറ്റിയിട്ട്. സോ ഇതാണ് നമ്മുടെ ഒരു അമ്മീറ്റർ. ഇതുപോലെ ആയിരിക്കും റീഡിങ്സ് തരുന്നത്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യും, പ്രോപ്പർ ആയിട്ടുള്ള റീഡിങ് ഈ നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്ന വഴി നമുക്ക് മനസ്സിലാവും അല്ലേ. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ആൻഡ് ഇതിന്റെ പ്രത്യേകത, അമ്മീറ്ററിന്റെ പ്രത്യേകത, അമ്മീറ്റർ എന്തേ മെഷർ ചെയ്യുള്ളൂ, കറണ്ട് മാത്രമേ ആള് മെഷർ ചെയ്യത്തുള്ളൂ. വേറെ എന്ത് ചെയ്യുന്നില്ല, വോൾട്ട്മീറ്റർ വോൾട്ടേജ് മെഷറോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. ഒള്ളി എന്ത് മാത്രമേ മെഷർ ചെയ്യത്തുള്ളൂ, കറണ്ട് മാത്രമേ മെഷർ ചെയ്യത്തുള്ളൂ. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. റിപ്പീറ്റഡ് ആണ് ഈ ക്വസ്റ്റ്യൻ. കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് സർക്യൂട്ട്. അപ്പോൾ അമ്മീറ്റർ ആണോ, അമ്മീറ്റർ എങ്ങനെ കണക്ട് ചെയ്യുള്ളൂ, അമ്മീറ്റർ സീരീസ് ആയിട്ട് മാത്രമേ കണക്ട് ചെയ്യുള്ളൂ. അതാണ് പഠിക്കേണ്ട പോയിന്റ്. അമ്മീറ്റർ എങ്ങനെ കണക്ട് ചെയ്യുള്ളൂ, സീരീസ് ആയിട്ട് മാത്രമേ കണക്ട് ചെയ്യുള്ളൂ. ആൻഡ് അമ്മീറ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് മാത്രമല്ല, അമ്മീറ്ററിന് ഇന്റേണൽ റെസിസ്റ്റൻസ് വളരെ കുറവാണ്, വെരി ലോ ആണ്, വെരി ലോ ഇന്റേണൽ റെസിസ്റ്റൻസ്. ആ പോയിന്റും കൂടി ഓർത്ത് വെക്കുക. ഓക്കെ, സോ വെരി ലോ ഇന്റേണൽ റെസിസ്റ്റൻസും കൂടിയാണെന്നുള്ളത് ഓർത്ത് വെക്കുക. സോ ഇറ്റ്സ് ഓൺലി മെഷർ കറണ്ട്, ഒന്നാമത്തെ പോയിന്റ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സർക്യൂട്ടിന് സീരീസ് ആയിട്ട് മാത്രമേ ഇവരെ കണക്ട് ചെയ്യാറുള്ളൂ. ആൻഡ് ഹാസ് വെരി ലോ ഇന്റേണൽ റെസിസ്റ്റൻസ്. അവരുടെ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. സോ ക്വസ്റ്റ്യൻ ഇതാണ്, അമ്മീറ്റർ എങ്ങനെ കണക്ട് ചെയ്യുന്നു. ഇറ്റ്സ് ഓൺലി കണക്റ്റഡ് സീരീസ് ആയിട്ടേ കണക്ട് ചെയ്യുള്ളൂ, ഹാവിങ് ലോ റെസിസ്റ്റൻസും ആയിരിക്കും. സോ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിനാണ്. അമ്മീറ്റർ എ ആണ് ആൻഡ് ആംബിയർ എ ആണ് ആൻഡ് എലോങ് ദ സർക്യൂട്ട് എന്നൂടെ പഠിച്ചു വെക്കുക. എല്ലാം എ ആയിട്ട് ഓർത്ത് വെക്കുക, എ അല്ലേ. എലോങ് ദി സർക്യൂട്ടിന് എലോങ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെന്നും കൂടി പഠിച്ചു വെക്കുക. ഓക്കെ, ഇതും കൂടി ഓർത്ത് വെക്കുക. സോ എലോങ് ദ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ, സീരീസ്. അമ്മീറ്റർ എങ്ങനെ കണക്ട് ചെയ്യുള്ളൂ, സീരീസ് ആയിട്ട് മാത്രമേ അമ്മീറ്റർ കണക്ട് ചെയ്യുള്ളൂ. ഓക്കെ അല്ലേ ഈ പോയിന്റ്സ്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. എപ്പോഴും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുള്ളൂ, ഹാസ് വെരി ലോ ഇന്റേണൽ റെസിസ്റ്റൻസ്, വളരെ കുറച്ച് റെസിസ്റ്റൻസേ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, ഇനി നമ്മുടെ അമ്മീറ്ററിൽ കൺസ്ട്രക്ഷൻ ബേസ് വരുമ്പോൾ മെയിൻ പാർട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടായിരിക്കും അല്ലേ. ഒരു മാഗ്നറ്റ് എന്തായാലും മസ്റ്റ് ആയിട്ട് മാഗ്നറ്റ് ഉണ്ടായിരിക്കും. പിന്നെന്താ, ഒരു മൂവിങ് കോയിൽ അല്ലേ, മൂവിങ് കോയിൽ എന്തായാലും വേണം. പിന്നെന്താ വേണ്ടത്, ഒരു പോയിന്റർ വേണം അല്ലേ. നമുക്ക് എന്തായാലും ഡിഫ്ലക്ഷൻ നമുക്ക് എവിടെയാണോ റീഡിങ് അത് കാണിക്കാനൊരു പോയിന്റർ വേണം. പിന്നെ എന്താണ്, ഒരു സ്കെയിലിൽ കൂടി ആയിരിക്കണം അല്ലേ ഇത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാലിബ്രേറ്റഡ് സ്കെയിലും മസ്റ്റ് ആയിട്ടും ഉണ്ടായിരിക്കും. പിന്നെ എന്താ ഉള്ളത്, ഒരു കൺട്രോൾ സ്പ്രിങ് ഉണ്ടായിരിക്കും അല്ലേ, സ്പ്രിങ് ആക്ഷൻ. ആൻഡ് സോഫ്റ്റ് അയൺ കോർ, അത് മൂവിങ് അയൺ ടൈപ്പിന്റെ കാര്യമാണ്.
ഒരു മൂവിങ് അയൺ ടൈപ്പിലാണെങ്കിൽ സോഫ്റ്റ് അയൺ കോർ ഉണ്ടായിരിക്കും, അതുപോലെ ജുവൽ ബിയറിങ്സുകൾ ഉണ്ടായിരിക്കും, കറണ്ട് ടെർമിനൽസും ഉണ്ടായിരിക്കും. സോ എന്താണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പോയിന്റഡ് ആയിട്ട് തന്നേ ഉള്ളൂ കേട്ടോ. നോക്കിയേ, മെയിൻലി പോയിന്ററാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കറണ്ട് വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്ത് തരുന്നത് അല്ലേ. സ്കെയിൽ എന്ത് ചെയ്യുന്നത്, മെഷർമെന്റ് ഡിസ്പ്ലേ ചെയ്ത് തരുന്നത്. ആൻഡ് സ്പ്രിങ് എന്താ ചെയ്യുന്നത്, പോയിന്റർ മൂവ്മെന്റ് കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ പോയിന്റർ നിങ്ങൾക്ക് കിട്ടിയല്ലോ. പിന്നെ മാഗ്നറ്റ് എന്താ ചെയ്യുന്നത്, അവിടെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. ഫീൽഡ് കിട്ടണ്ടേ, ഒരു ഫീൽഡ് ഉണ്ടാവണം അല്ലേ. ആ ഫീൽഡിൽ കൂടിയാണ് ഈ പറഞ്ഞ മൂവ്മെന്റ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ ആ ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാരാണ്, മാഗ്നറ്റ് ആണ്. അപ്പോൾ PMMCയിൽ പഠിക്കേണ്ടത്, PMMCയിലെ അമ്മീറ്റേഴ്സ് എന്ന് പറയുന്നത് ഹൈലി ആക്യുറേറ്റ് ആണ് ആൻഡ് മെഷേഴ്സ് എന്തേ മെഷർ ചെയ്യത്തുള്ളൂ, DC മാത്രമേ മെഷർ ചെയ്യത്തുള്ളൂ. ആ പോയിന്റ് നിങ്ങൾ നേരത്തെ പഠിച്ചതുകൊണ്ട് ഓർത്ത് കാണും അല്ലേ. സോ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ a current carrying conductor placed in a magnetic field which experiences a force. അപ്പോൾ ഇവിടെ നടക്കുന്നതാണ് ഇനി പറയുന്നത്. എങ്ങനെയാണ് ഇവിടെ വർക്കിംഗ് നടക്കുന്നത്. നമ്മളൊരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ നമ്മളൊരു ഫീൽഡിൽ കൊണ്ടുവച്ചാൽ, അതായത് മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ, ഈ മാഗ്നറ്റിക് ഫീൽഡിൽ ഞാനൊരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്ത് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്, അതിനൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ഐഡിയ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ഞാൻ ആ മാഗ്നറ്റിക് ഫീൽഡിലോട്ട് ഒരു കറണ്ട് ക്യാരി കണ്ടക്ടറിനെ പ്ലേസ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്യും, ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആൻഡ് ദിസ് ഫോഴ്സ് റൊട്ടേറ്റ് ദ മൂവിംഗ് കോയിൽ ആൻഡ് മൂവ്സ് ദ പോയിന്റർ ഓവർ ദ സ്കെയിൽ. അപ്പൊ എന്ത് ചെയ്യും, ഈ ഫോഴ്സ് എന്ത് ചെയ്യും, മൂവിംഗ് കോയിലിനെ തന്നെ എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും അല്ലേ. അപ്പൊ മൂവിംഗ് കോയിലിനെ റൊട്ടേറ്റ് ചെയ്യുന്നു ആൻഡ് മൂവ്സ് ദ പോയിന്റർ ഓവർ ദ സ്കെയിൽ. സ്കെയിലിൽ കൂടി നമുക്ക് എന്ത് ചെയ്യുന്നു, ഈ പോയിന്റർ മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇവിടെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഈ ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, മൂവിങ് കോയിലിന് എന്ത് ചെയ്യും, കറക്കും അല്ലേ. ആൻഡ് മൂവ്സ് ദ പോയിന്റർ. അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ മൂവിങ് കോയിൽ കറങ്ങുമ്പോൾ എന്ത് സംഭവിക്കും, ഈ പോയിന്റർ എന്ത് ചെയ്യും, മൂവ് ചെയ്യും അല്ലേ. ആ പോയിന്റർ സ്കെയിലിൽ മൂവ് ചെയ്യും. അങ്ങനെ നമുക്ക് ഏത് റീഡിംഗ് ആണ് വന്നത് എന്ന് അറിയാൻ പറ്റും. ഓക്കെ, സോ ഇതൊരു ഡിഫ്ലക്ഷൻ ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് തീറ്റ ഡിഫ്ലക്ട് ചെയ്തു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, സോ ഇങ്ങോട്ട് തീറ്റ ഡിഫ്ലക്ട് ചെയ്യുമ്പോൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഇങ്ങോട്ടാണെങ്കിൽ ഉറപ്പായിട്ടും കൺട്രോളിംഗ് ടോർക്ക് എതിർ ദിശയിലായിരിക്കും. അത് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഇങ്ങോട്ടാണെങ്കിൽ അതിന്റെ കൺട്രോളിംഗ് ടോർക്ക് എതിർ ദിശയിലായിരിക്കും അല്ലേ. സോ ആൻഡ് ഫോർമുല വൈസ് നോക്കുകയാണെങ്കിൽ എന്താണ്, ഫോഴ്സ് ഇസ് ഈക്വൽ ടു VIL. V എന്ന് വെച്ചാൽ എന്താണ്, ഫ്ലക്സ് ഡെൻസിറ്റി, I എന്ന് പറയുന്നത് കറണ്ട്, L എന്ന് പറയുന്നത് ലെങ്ത് ആണ്. സോ ഇതാണ് അവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് പഠിക്കണം. വർക്കിംഗ് എന്താ വരുന്നത്, ആക്ച്വലി ഒരു മാഗ്നറ്റിക് ഒരു ഫീൽഡിൽ നമ്മളൊരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ എന്തെങ്കിലും പ്ലേസ് ചെയ്ത്, കറണ്ട് ക്യാരിങ് കണ്ടക്ടർ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമല്ലോ, കറണ്ട് കടത്തിവിടാൻ കഴിവുള്ള ഒരു കണ്ടക്ടർ വെച്ചാൽ അതിനെന്ത് എക്സ്പീരിയൻസ് ചെയ്യും, ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുമെന്നാണ് പറയുന്നത്. അത്രയും സിമ്പിൾ ആണ്. ഓക്കെ, B is the magnetic field intensity, I എന്ന് പറയുന്നത് കറണ്ട് ആണ്, L എന്ന് പറയുന്നത് ലെങ്ത് ആണ്. അപ്പോൾ കറണ്ട് കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഡിഫ്ലക്ഷനും അതിനനുസരിച്ചിട്ട് കൂടണം അല്ലേ. സോ PMMC ഇൻസ്ട്രുമെന്റ്സ് വർക്ക് ഓൺ വിച്ച് പ്രിൻസിപ്പിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പ്രിൻസിപ്പിളാണ്, ഫോഴ്സ് ഓൺ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് കാരണം വർക്ക് ചെയ്യുന്നു എന്നാണ് PMMC ഇൻസ്ട്രുമെന്റ്സിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ചോദിച്ചാലായിട്ട് പറയാൻ പറ്റുന്നത്. ഓക്കെ, ശരി. ഇനി അമ്മീറ്റർ തന്നെ പല രീതിക്കും ഉണ്ട്. ഓക്കെ, ഒന്ന് PMMC അമ്മീറ്റർ. നെക്സ്റ്റ് അതെന്ത് മാത്രമേ മെഷർ ചെയ്യുന്നുള്ളൂ, DC മാത്രമേ മെഷർ ചെയ്യുന്നുള്ളൂ. ആൻഡ് ആക്യുറസി വൈസ് ഹൈ ആയിരിക്കും. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഞാൻ ഈ പറയുന്നത്, PMMCയുടെ സ്കെയിൽ എങ്ങനെയായിരിക്കും, യൂണിഫോം സ്കെയിൽ ആയിരിക്കും. സ്കെയിൽ എങ്ങനെയാണ്, യൂണിഫോം ആണ്. സോ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് മൂവിങ് അയൺ അമ്മീറ്റർ ആണെങ്കിലോ, ഇറ്റ് മെഷർ ബോത്ത് AC ആൻഡ് DC അല്ലേ. ACയും DCയും മെഷർ ചെയ്യും. ആൻഡ് റഗ്ഡ് കൺസ്ട്രക്ഷൻ റഗ്ഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് അത് ഈ കൺസ്ട്രക്ഷൻ വൈസ് അത്ര ഈസി അല്ല. അതിന്റെ സ്കെയിൽ വൈസ് നോക്കുകയാണെങ്കിലും നോൺ യൂണിഫോം ആണ്. സോ മൂവിങ് അയൺ നോക്കുകയാണെങ്കിൽ നോൺ യൂണിഫോം സ്കെയിൽ ആയിരിക്കും. സോ ഇതും പല പ്രാവശ്യം ചോദിച്ചതാണ്. സോ ഇത് 2 പോയിന്റ് നിങ്ങൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, ഇൻക്ലൂഡ് ചെയ്ത് പോവുക. സോ ഒന്ന് സ്കെയിൽ എന്ന് പറയുന്നത് യൂണിഫോം ആണ്, മൂവിങ് അയണ്ടത് നോൺ യൂണിഫോം ആണ്. ഇത് DC മാത്രമേ മെഷർ ചെയ്യുള്ളൂ. ഇതെന്ത് മെഷർ ചെയ്യും, ACയും DCയും മെഷർ ചെയ്യും. ഞാൻ വീണ്ടും ഓരോ സ്ലൈഡിലും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഇത് ചോദിച്ചിട്ടുണ്ട് പലതവണ. ഓക്കെ, ഇനി
നെക്സ്റ്റ് ഡിജിറ്റൽ അമ്മീറ്റർ ആണ് അല്ലേ. ഡിജിറ്റൽ അമ്മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം LCD LED ഡിസ്പ്ലേ വെച്ചിട്ട് നമുക്ക് ഫൈനൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ റീഡിങ് മാത്രം കാണിക്കുന്നത് അല്ലേ, ജസ്റ്റ് എന്താണെന്നുള്ള റീഡിങ് മാത്രം കാണിച്ചു തരുന്ന ആൾക്കാരാണ്. സോ അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ ആക്യുറസി എന്ന് പറഞ്ഞാൽ നല്ല അക്യുറസി ആയിരിക്കും അല്ലേ, ഹൈ അക്യുറസി ആയിരിക്കും. എറർ എന്ന് പറയുന്നത് പാരലാക്സ് എറർ അല്ലേ, ഇങ്ങോട്ടാണോ എന്ന് ഡൗട്ടൊന്നുമില്ല, കാരണം ഇവിടെ പോയിന്ററും സ്കെയിലും ഒന്നുമില്ല. അപ്പൊ നമുക്ക് നല്ല റീഡിങ് കിട്ടും അല്ലെ, കറക്റ്റ് റീഡിങ്. സോ എറർ ഇല്ല. നെക്സ്റ്റ് ക്ലാമ്പ് മീറ്റർ ആണ്, മെഷേഴ്സ് കറന്റ് വിത്തൗട്ട് ഓപ്പണിംഗ് ദി സർക്യൂട്ട്. അപ്പോൾ നമുക്ക് മെയിൻ്റനൻസ് വർക്കിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് ക്ലാമ്പ് മീറ്റർ എന്ന് പറയുന്നത്. ആക്ച്വലി നമുക്ക് സർക്യൂട്ട് ഓപ്പൺ ചെയ്യാണ്ട് കറണ്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണ്. സോ മെയിൻലി ഇത് നമുക്ക് മെയിൻ്റനൻസിൻ്റെ ഭാഗത്തൊക്കെ യൂസ് ചെയ്യുന്നതാണ്. മെയിൻ്റനൻസ് എന്നുള്ളതാണ്. ഓക്കെ, മെയിൻ്റനൻസിൻ്റെ ഭാഗത്ത് വരുന്ന ഒരു ഡിവൈസാണ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് വോൾട്ട് മീറ്റർ. സോ പേരെന്ന് തന്നെ മനസ്സിലാവും എന്താണ്, വോൾട്ടേജ് അല്ലേ. So a voltmeter is an electric measuring instrument used to measure the potential difference between 2 points in an electrical circuit. അപ്പോൾ മെയിനായിട്ട് എന്താണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് ബിറ്റ്വീൻ ദ 2 points in ഇലക്ട്രിക് സർക്യൂട്ട് ആണ് ഇവിടെ വരുന്നത്. ആൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, വോൾട്ട് ആണ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ശരി. ഇനി ഇതെന്ത് മെഷർ ചെയ്യത്തുള്ളൂ, വോൾട്ടേജ് മാത്രമേ മെഷർ ചെയ്യത്തുള്ളൂ. കണക്റ്റഡ് പാരലൽ വിത്ത് ദ ലോഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ലോഡിന് എങ്ങനെ കണക്ട് ചെയ്യുള്ളൂ, പാരലായിട്ട് മാത്രമായിരിക്കും കണക്ഷൻ വരുന്നത്. ആൻഡ് ഹാസ് വെരി ഹൈ ഇന്റേണൽ റെസിസ്റ്റൻസ്. ഇന്റേണൽ റെസിസ്റ്റൻസ് എന്താണ്, വളരെ കൂടുതലാണ്. ഓക്കെ, സോ ഇവിടെ നോക്കിയേ, വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത് പാരലൽ കണക്ഷൻ ആണ്, ഹൈ റെസിസ്റ്റൻസ് ആണ്. സോ വി ഇസ് വോൾട്ട് മീറ്റർ, അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. V ഫോർ വോൾട്ടേജ് ആൻഡ് വെരി ഹൈ റെസിസ്റ്റൻസ്. പഠിക്കാൻ എളുപ്പത്തിന് പറയുന്നതാണ്, അങ്ങനെ പഠിച്ചു വെക്കുക ഓർക്കാൻ വേണ്ടിയിട്ട്. ഫോർ വി അങ്ങനെ ഓർത്ത് വെക്കുക. വോൾട്ട് മീറ്റർ, വോൾട്ടേജ് ആൻഡ് ഹാവിങ് വെരി ഹൈ റെസിസ്റ്റൻസ് ആൻഡ് ഇറ്റ്സ് ഓൺലി കണക്റ്റഡ് പാരലൽ. മറ്റേത് എങ്ങനെയാണ് കണക്ട് ചെയ്തത്, സീരീസ് അല്ലെങ്കിൽ എലോങ് ദി കണക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ പറയുന്നത് എങ്ങനെയാണ്, പാരലൽ എന്നാണ്. പാരലൽ മറ്റു സീരീസ്, അത് നിങ്ങൾ മസ്റ്റായിട്ടും എന്ത് ചെയ്തിരിക്കുക, ഓർത്ത് വെക്കുക. അപ്പോൾ അതും ഒരു ക്ലാസിഫിക്കേഷനിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വോൾട്ട് മീറ്ററിന്റെ കൺസ്ട്രക്ഷനിലേക്ക് വരുമ്പോൾ എന്തൊക്കെയുള്ളത്, അവിടെയും ഒരു പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാകും, ഒരു മൂവിങ് കോയിൽ ഉണ്ടാകും, പോയിന്റർ ഉണ്ടാകും, അവിടെയും എന്തുണ്ടാകും, കാലിബ്രേറ്റ് ചെയ്ത സ്കെയിൽ ഉണ്ടായിരിക്കും. പിന്നെ സ്പ്രിംഗ് കൺട്രോൾ ആണ് അവിടെയും യൂസ് ചെയ്യുന്നത്. മൾട്ടിപ്ലയർ റെസിസ്റ്റൻസുകൾ ഉണ്ടായിരിക്കും. ഇതെന്താണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് പഠിക്കാം. ടെർമിനലുകൾ ഉണ്ടായിരിക്കും അല്ലേ. ഓക്കെ, സോ ഇത്രയും ഡിവൈസ് വോൾട്ട് മീറ്ററിലും ഉണ്ടായിരിക്കും. ആൻഡ് പോയിന്റർ ഇവിടെ എന്ത് ചെയ്യുന്ന, വോൾട്ടേജിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് സ്കെയിൽ ഉണ്ട് അല്ലേ, മെഷേർഡ് വാല്യൂ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് മൾട്ടിപ്ലയർ റെസിസ്റ്റൻസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, മീറ്ററിൽ കൂടി എന്ത് ചെയ്യാൻ, കറണ്ട് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലിമിറ്റ് കറണ്ട് ത്രൂ മീറ്റർ നമ്മൾ എന്ത് ചെയ്യും, മൾട്ടിപ്ലയർ റെസിസ്റ്റൻസ് യൂസ് ചെയ്യും. എ ഹൈ വാല്യൂ മൾട്ടിപ്ലയർ റെസിസ്റ്റർ ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദ മീറ്റർ മൂവ്മെന്റ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു എ വോൾട്ട് മീറ്റർ. അപ്പോൾ ഒരു ഹൈ വാല്യൂ മൾട്ടിപ്ലയർ റെസിസ്റ്റർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മീറ്ററിന്റെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാം, വോൾട്ട് മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ വോൾട്ട് മീറ്ററും വലിയ കുഴപ്പമില്ല, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മീറ്ററും വോൾട്ട് മീറ്ററും ഓക്കെ ആണല്ലോ. ശരി, ഇതൊരു DC വോൾട്ട് മീറ്ററിന്റെ കുറച്ച് കാര്യങ്ങളാണ്. ഒരു കോയിൽ കറണ്ട് ഓഫ് ഗാലനോമീറ്റർ ഈസ് പ്രപ്പോർഷണൽ ടു വോൾട്ടേജ് അക്രോസ് ദിസ് കോയിൽ ആൻഡ് സ്കെയിൽ ക്യാൻ ബി കാലിബ്രേറ്റ് മെഷേർഡ് വോൾട്ടേജ് മേക്കിംഗ് ഇറ്റ് എ വോൾട്ട് മീറ്റർ. നമുക്ക് എങ്ങനെ വോൾട്ട് മീറ്റർ ആക്കി മാറ്റാം എന്നുള്ള കാര്യമാണ്. കോയിൽ റെസിസ്റ്റൻസ് ഈസ് യൂഷ്വലി വെരി സ്മോൾ, ദെയർഫോർ കോയിൽ വോൾട്ടേജ് ഇസ് വെരി സ്മോൾ. വോൾട്ടേജ് റേഞ്ച് എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്, ബൈ കണക്റ്റിംഗ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ മൾട്ടിപ്ലയറിന്റെ ഭാഗമാണ് പറയുന്നത്. നമുക്കിവിടെ ഒരു സീരീസ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വോൾട്ടേജിന്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാം. സോ ദ സീരീസ് റെസിസ്റ്റൻസ് ഇസ് ടേംഡ് ആസ് മൾട്ടിപ്ലയർ. അപ്പോൾ ഇവിടെ കൺഫ്യൂഷൻ വരരുത്. വോൾട്ട് മീറ്റർ എങ്ങനെ കണക്ട് ചെയ്യാവൂ, പാരലായിട്ടേ കണക്ട് ചെയ്യാവുള്ളൂ. അതുപോലെ നമുക്ക് റേഞ്ച് എക്സ്റ്റൻഷൻ ചെയ്യണമെങ്കിൽ റെസിസ്റ്റൻസ് എങ്ങനെ കണക്ട് ചെയ്യണം, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യേണ്ടി വരും. സോ ആ 2 പോയിന്റ് മാറിപ്പോവരുത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, മൾട്ടിപ്ലയർ എന്ന് വിളിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്ത് വെക്കണം. നെക്സ്റ്റ്
സെൻസിറ്റിവിറ്റി ആണ്. സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഓം പെർ വോൾട്ട് ആണ്. ഇസ് ഡിഫൈൻഡ് ആസ് വോൾട്ട്മീറ്റർ റെസിസ്റ്റൻസ് പെർ വോൾട്ട്. ടു അവോയ്ഡ് ലോഡിംഗ് എഫക്റ്റ് വോൾട്ട്മീറ്റർ റെസിസ്റ്റൻസ് എപ്പോഴും നമ്മൾ ഹൈ ആക്കി മാത്രമേ വെക്കാറുള്ളൂ. വോൾട്ട്മീറ്ററിന്റെ റെസിസ്റ്റൻസ് കൂട്ടി വെക്കാൻ കാരണം നമുക്ക് ഈ പറഞ്ഞ ലോഡിംഗ് ഇഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ലോഡിംഗ് ഇഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്ത് വെക്കുന്നുണ്ട്. സോ ഇതാണൊരു ഫിഗർ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ when connected across 2 points, a small current flows through the voltmeter. This current produces a magnetic force that moves the pointer. പോയിന്ററിനെ എന്ത് ചെയ്യും, മൂവ് ചെയ്യും അല്ലേ. അപ്പോൾ വോൾട്ടേജ് കൂടി എന്ന് പറഞ്ഞാൽ പോയിന്ററിന്റെ ഡിഫ്ലക്ഷനും എന്ത് ചെയ്തു എന്നാണ് അർത്ഥം, കൂടി എന്നാണ് അർത്ഥം. ലോവർ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം, സ്മോളർ പോയിന്റ് ഡിഫ്ലക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. കുഞ്ഞു ഡിഫ്ലക്ഷനേ ഉള്ളൂ. വോൾട്ടേജ് കൂടുതലായി എന്ന് പറഞ്ഞാൽ ഡിഫ്ലക്ഷൻ ഇൻക്രീസ് ചെയ്തു എന്നും, ലോവർ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ സ്മോളർ പോയിന്റ് ഡിഫ്ലക്ഷൻ എന്നുമാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്തിന് നമ്മൾ ഹൈ റെസിസ്റ്റൻസ് യൂസ് ചെയ്തു എന്ന് വെച്ചാൽ to draw a very little current from the circuit and avoid disturbing the measurement. നമുക്ക് വോൾട്ട്മീറ്ററിനെ സംബന്ധിച്ചിടത്തോളം വോൾട്ട്മീറ്ററിൽ നിന്നും നമുക്ക് എന്താ കിട്ടേണ്ടത്, വെരി ലിറ്റിൽ കറണ്ട് മാത്രമേ സർക്യൂട്ടിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ. ആൻഡ് അവോയ്ഡ് ഡിസ്റ്റർബിങ് മെഷർമെന്റ്. അപ്പോൾ മെഷർമെന്റ് വാല്യൂസിനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ആ റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കണം, വലിയൊരു വാല്യൂ ആയിരിക്കണം അല്ലേ. അപ്പൊ കറണ്ട് ഒരുപാട് എടുക്കില്ല. റെസിസ്റ്റൻസ് കൂടിയാൽ കറണ്ട് കുറയുമല്ലോ, അത് ഒരു പോയിന്റ് തന്നെയാണ്. ലിറ്റിൽ കറണ്ട് മാത്രമേ എടുക്കുള്ളൂ. സോ എ വോൾട്ട്മീറ്റർ ഷുഡ് നോട്ട് ചേഞ്ച് ദ സർക്യൂട്ട് കണ്ടീഷൻ വൈൽ മെഷറിംഗ് വോൾട്ടേജ്. വോൾട്ടേജ് മെഷർ ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും അതിന്റെ കണ്ടീഷൻസിനെ ഒന്നും ബാധിക്കാൻ പാടില്ല അല്ലേ. സോ അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. സോ ദർ ആർ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വോൾട്ട്മീറ്റേഴ്സ് ആർ ദയർ. ഒന്ന് അനലോഗ് ആണ് അല്ലേ. നമുക്ക് അനലോഗ് ആണെങ്കിൽ അറിയാം പോയിന്ററും സ്കെയിലും ഉണ്ടായിരിക്കും. മേ ഹാവ് പാരലാക്സ് എറർ. പിന്നെ എന്തുണ്ടായിരിക്കും, പാരലാക്സ് എറർ. ഞാൻ പറഞ്ഞല്ലോ അനലോഗിന് മാത്രം ഉണ്ടാവുന്നതാണ് പാരലാക്സ് എറർ. അപ്പൊ ഇത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഹ്യൂമൺ ഐക്ക് കറക്റ്റായിട്ട് നമുക്ക് 5 എന്നുള്ളത് ചിലപ്പം 6 തോന്നാം, ചിലപ്പോൾ 4 തോന്നാം. നമ്മുടെ ഓരോ മനുഷ്യന്മാരെ ആശ്രയിച്ചും അവരുടെ കാഴ്ചശക്തിയെ ആശ്രയിച്ചും ഒക്കെ വ്യത്യാസം വരാം അല്ലേ. സോ ദാറ്റ് മീൻസ് അങ്ങനെയുള്ള എറേഴ്സ് ഒക്കെ ആർക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്, അനലോഗിന് സാധ്യതയുണ്ട്. സോ ഇവിടെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് വോൾട്ട്മീറ്ററിന് ഹൈ റെസിസ്റ്റൻസ് ആണ്, ആ ഒരു പോയിന്റ് പഠിച്ചു വെക്കുക. ആൻഡ് അതിന്റെ മൾട്ടിപ്ലയർ എങ്ങനെ കണക്ട് ചെയ്യുക, സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക എന്നും, വോൾട്ട് മീറ്റർ ആണ് ചോദിക്കുന്നതെങ്കിൽ പാരലായിട്ടേ കണക്ട് ചെയ്യുള്ളൂ എന്നുള്ള 3 പോയിന്റ് മസ്റ്റായിട്ടും പഠിച്ചു വെക്കണം. ഇത് സ്ഥിരമായി ചോദിക്കുന്നതാണ്. സോ അതുകൊണ്ട് നിങ്ങൾ ആ പോയിന്റ്സ് എന്ത് ചെയ്യണം, ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇത് ഡിജിറ്റൽ വോൾട്ട് മീറ്റർ ആണ്. അപ്പൊ നമ്മൾ ഈ ഫിഗറിൽ കാണുന്ന പോലെ തന്നെ എന്ത് ചെയ്യും, കറക്റ്റ് വാല്യൂ തരും അല്ലേ. ഒരു LCD ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ LED എന്തിൻ്റെങ്കിലും ഒരു ഡിസ്പ്ലേ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതുവഴി നമുക്ക് കറക്റ്റ് റീഡിങ് കിട്ടും അല്ലേ. സോ നമുക്ക് ഇതുവഴി ആക്യുറസി വൈസ് നോക്കുകയാണെങ്കിൽ വളരെ ഹൈ ആക്യുറേറ്റ് ആയിരിക്കും. അതുപോലെ എന്താ, പാരലാക്സ് എറർ ഒന്നുമില്ല. ഇലക്ട്രോസ്റ്റാറ്റിക് വോൾട്ട് മീറ്റർ ആണ് നമ്മൾക്ക് അടുത്ത് വരുന്നത്. ആൻഡ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ഹൈ വോൾട്ടേജ്. ഹൈ വോൾട്ടേജ് മെഷർമെന്റ് ആണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് വോൾട്ട് മീറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. വെരി ഹൈ ഇൻപുട്ട് റെസിസ്റ്റൻസ്. ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ആൻഡ് ഡിജിറ്റൽ വോൾട്ട് മീറ്റേഴ്സ് ആർ പ്രിഫേർഡ് ഫോർ ആക്യുറേറ്റ് മെഷർമെന്റ്സ്. ആക്യുറേറ്റ് മെഷർമെന്റ്സിന് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഏത് തന്നെയായിരിക്കും, ഡിജിറ്റൽ വോൾട്ട് മീറ്റേഴ്സ് തന്നെയായിരിക്കും. നമുക്ക് കിട്ടുന്ന വാല്യൂസും പക്കയായിരിക്കും അല്ലേ, ഒട്ടും തന്നെ ചേഞ്ച് വരില്ല. സോ അതുകൊണ്ട് നമ്മൾ ഡിജിറ്റൽ വോൾട്ട് മീറ്റേഴ്സ് ആണ് ആക്യുറസി വൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രിഫർ ചെയ്യുക. ഓക്കെ, ഇനി പാരലൽ കണക്ഷൻ ഓഫ് വോൾട്ട് മീറ്റർ. A voltmeter is always connected in parallel with the component whose voltage is to be measured. What is the reason? Because voltage is the potential difference across a component. അപ്പം അങ്ങനെ കണക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും വോൾട്ടേജ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. സോ അത് അങ്ങനെ ഒരു കൺസെപ്റ്റ് വരുന്നത് കൊണ്ടാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്, പാരലായിട്ട് തന്നെ എന്ത് ചെയ്യുന്നത്, വോൾട്ട് മീറ്ററിനെ കണക്ട് ചെയ്യുന്നത്. സോ ഇതാണ് അതിൻ്റെ ഒരു ഡെഫിനിഷൻ. ടു മെഷർ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി കമ്പോണന്റ് വിതൗട്ട് എഫക്റ്റിംഗ് ദി സർക്യൂട്ട്. സർക്യൂട്ടിന്റെ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, ബാധിക്കാൻ പാടില്ല. അപ്പോൾ ഇന്റേണൽ റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ വോൾട്ട്മീറ്ററിന് ഹൈ ഇന്റേണൽ റെസിസ്റ്റൻസ് ആയിരിക്കും അല്ലേ. സോ ഡ്രോസ് ഓൺലി വെരി സ്മോൾ കറണ്ട്. ദാറ്റ് മീൻസ് അതിന് കറണ്ട് വളരെ കുറച്ചേ എടുക്കുള്ളൂ. സോ അത് കാരണം ലോഡിംഗ് ഇഫക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഗീവ്സ് ആക്യുറേറ്റ് വോൾട്ടേജ് റീഡിംഗ്. റീഡിംഗ് എന്ത് ചെയ്യാൻ പറ്റും, ആക്യുറേറ്റ് ആയിട്ട് കിട്ടാനായിട്ട് സഹായിക്കും. ഓക്കെ, സോ ദിസ് ഇസ് ഓൾ അബൌട്ട് അമ്മീറ്റർ. അമ്മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ലോ റെസിസ്റ്റൻസ് അല്ലേ. ആൻഡ് വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത് ഓർത്ത് വെച്ചേക്ക് ഹൈ റെസിസ്റ്റൻസ്. ആ പോയിന്റ് ക്ലിയർ ആയിരിക്കണം.
സോ മൾട്ടിപ്ലയർ റെസിസ്റ്റർ എന്താണ്? മൾട്ടിപ്ലയർ ഇസ് എ ഹൈ വാല്യൂ റെസിസ്റ്റർ വിച്ച് ഇസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദ വോൾട്ട്മീറ്റർ ടു ഇൻക്രീസ് ഇറ്റ്സ് വോൾട്ടേജ് മെഷറിംഗ് റേഞ്ച് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. മൾട്ടിപ്ലയർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു മെഷർ ഹയർ വോൾട്ടേജസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ടു പ്രൊട്ടക്ട് ദ മൂവിംഗ് കോയിൽ ആൻഡ് ടു ലിമിറ്റ് ദ കറണ്ട് ത്രൂ ദി വോൾട്ട്മീറ്ററിൽ കൂടിയുള്ള കറണ്ട് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ടു ഇംപ്രൂവ് ദ മെഷർമെന്റ് ആക്യുറസി എന്ത് ചെയ്യുന്നുണ്ട്? ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇത്രയും പോയിന്റ്സ് ഓക്കെ അല്ലേ? ഓക്കെ. സോ ഇതൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വോൾട്ട്മീറ്ററിനെ പറ്റിയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അമ്മീറ്റർ, വോൾട്ട് മീറ്റർ. അതിൽ അമ്മീറ്ററിന് ഞാൻ പറഞ്ഞു റെസിസ്റ്റൻസ് എപ്പോഴും ലോ ആയിരിക്കും, വോൾട്ട് മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് എപ്പോഴും ഹൈ ആയിരിക്കും. ആ പോയിന്റ് ഓർത്ത് വെച്ചേക്കാൻ പറഞ്ഞു. ആൻഡ് എന്തിനാണ് മൾട്ടിപ്ലയർ യൂസ് ചെയ്യുന്നതെന്നും കൂടെ പഠിക്കാൻ പറഞ്ഞു. മൾട്ടിപ്ലയർ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? നമുക്ക് റേഞ്ച്, വോൾട്ട് മീറ്ററിൻ്റെ റേഞ്ച് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൾട്ടിപ്ലയേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹയർ വോൾട്ടേജിലേക്ക് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ മൂവിങ് കോയിലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ടു ലിമിറ്റ് ദി കറണ്ട് ത്രൂ ദി വോൾട്ട് മീറ്റർ ആൻഡ് ടു ഇംപ്രൂവ് മെഷർമെന്റ് ആക്യുറസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇത്രയാണ് അതിൻ്റെ പ്ലസ് പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പിന്നെ ഹൈ വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദ മൾട്ടിപ്ലയർ റെസിസ്റ്റർ എന്ത് ചെയ്യും? ഡ്രോപ്സ് മോസ്റ്റ് ഓഫ് ദി വോൾട്ടേജ്. അപ്പോൾ നമ്മൾ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മൾട്ടിപ്ലയർ റെസിസ്റ്റർ എന്ത് ചെയ്യും? ഡ്രോപ്സ് മോസ്റ്റ് ഓഫ് ദ വോൾട്ടേജ് അലോയിങ് ഓൺലി എ സ്മോൾ കറണ്ട് ടു പാസ് ത്രൂ ദി മീറ്ററിൽ കൂടി ഒരു ചെറിയ കറണ്ടിനെ മാത്രം പാസ് ചെയ്യിപ്പിക്കും. ആൻഡ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദി എന്താണ്? ഒരു വോൾട്ട് മീറ്ററിന് സീരീസ് ആയിട്ടായിരിക്കും നമ്മൾ എപ്പോഴും റേഞ്ച് എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ മൾട്ടിപ്ലയർ കണക്ട് ചെയ്യുക. ഓക്കെ, സോ ഹാസ് വെരി ഹൈ റെസിസ്റ്റൻസ് ആൻഡ് യൂസ്ഡ് ഓൺലി വിത്ത് വോൾട്ട് മീറ്റേഴ്സ്. മൾട്ടിപ്ലയർ റെസിസ്റ്റർ എന്ന് വെച്ചാൽ എന്താണ്? വി ബൈ ഐ ഈസ് ഈക്വൽ ടു വി ബൈ ഐ മൈനസ് ജി എന്നുള്ള വി ബൈ ഐ എന്നായിരിക്കും. ഓക്കെ, മൾട്ടിപ്ലയർ റെസിസ്റ്റൻസിന്റെ വാല്യൂ ആണ്. അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇത് നോക്കുക, വോൾട്ടേജ് റേഞ്ച് റെക്കോർഡ് ആണ് വി. ഐ എന്ന് പറഞ്ഞാൽ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറണ്ട് ആണ്. ജി എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഓഫ് ദ മീറ്റർ കോയിൽ ആണ്. സോ മൾട്ടിപ്ലയർ ഈസ് യൂസ്ഡ് ഓൺലി വിത്ത് എ വോൾട്ട് മീറ്റർ ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ്. അപ്പം നിങ്ങൾ ഈ പോയിന്റ് മാത്രം എന്ത് ചെയ്താൽ മതി? പഠിച്ചാൽ മതി. സോ ഇറ്റ് എക്സ്റ്റെൻസ് ദി വോൾട്ട് മെഷറിംഗ് റേഞ്ച്. ഓക്കെ, ആ പോയിന്റുകൾ മാത്രം പഠിച്ചിരുന്നാൽ മതിയാവും. ആൻഡ് എന്തൊക്കെയാണ് വോൾട്ട് മീറ്ററിന്റെ അഡ്വാൻറ്റേജസ്? മെഷർ ദ വോൾട്ടേജ് ആക്യുറേറ്റ്ലി ആൻഡ് ഈസി ടു ഓപ്പറേറ്റ് ആൻഡ് ഹൈ ആക്യുറസി ഇൻ ഡിജിറ്റൽ വോൾട്ട് മീറ്റേഴ്സ്. ഡിജിറ്റൽ വോൾട്ട് മീറ്റേഴ്സിൽ നമുക്ക് ഹൈ ആക്യുറസി നമുക്ക് നേടിയെടുക്കാൻ പറ്റും അല്ലേ? ആൻഡ് അവൈലബിൾ ഇൻ അനലോഗ് ആൻഡ് ഡിജിറ്റൽ ടൈപ്സ് ആൻഡ് ലോങ് സർവീസ് ലൈഫ് ഉണ്ട്. സോ ഇത്രയാണ് അതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഡിസഡ്വാൻറ്റേജ് ആണെങ്കിലോ, ഇൻകറക്റ്റ് ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് എങ്കിൽ മീറ്റർ എന്ത് ചെയ്യും? ഡാമേജ് ആയി പോകും. അൺലോക്ക് വോൾട്ട് മീറ്ററിന് എന്തുകൊണ്ട്? പാരലാക്സ് എറർ ഉണ്ട്. സോ ലോ ക്വാളിറ്റി മീറ്റേഴ്സ് റെഡ്യൂസ് എന്താണ്? ആക്യുറസി. ലോ ക്വാളിറ്റി മീറ്റേഴ്സ് ആക്യുറസി എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും അല്ലേ? സോ ഡിജിറ്റൽ വോൾട്ട് മീറ്റേഴ്സ് ആർ പ്രിഫേർഡ് ബിക്കോസ് ദേ പ്രൊവൈഡ് ആക്യുറേറ്റ് റീഡിങ്സ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ആൻഡ് എലിമിനേറ്റ് പാരലാക്സ് എറർ. അതുപോലെ എന്ത് ചെയ്യും? പാരലാക്സ് എറർ എലിമിനേറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ വന്നിട്ട് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയൽ കൺട്രോൾ പാനൽസിൽ, ഇലക്ട്രിക് ലബോറട്ടറീസിൽ, ബാറ്ററി ടെസ്റ്റിങ്, ജനറേറ്റിംഗ് ടെസ്റ്റിങ്, ട്രാൻസ്ഫോമർ ടെസ്റ്റിങ്, ഇലക്ട്രിക്കൽ മെയിൻ്റനൻസ്, ഇലക്ട്രോണിക് സർക്യൂട്ട്സ്. ഓക്കെ, ഇതങ്ങനെ ചോദിക്കില്ല. എവിടെയൊക്കെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് അധികം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നും അല്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് ഓവർവ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ്, കംപ്ലീറ്റ് ഓഫ് ദ വോൾട്ട് മീറ്റർ നമ്മൾ പഠിച്ചതെല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് പോവാം. വോൾട്ട് മീറ്റർ ക്യൂക്ക് റിവിഷൻ മെയിൻലി മെഷർ ചെയ്യുന്നത് എന്താ? മെഷർ ചെയ്യുന്നത് വോൾട്ടേജ് ആയിരിക്കും. വോൾട്ട് യൂണിറ്റ് വി ആയിരിക്കും. പാരലായിട്ടായിരിക്കും നമ്മൾ കണക്ഷൻ വരുന്നത്. ഇന്റേണൽ റെസിസ്റ്റൻസ് എപ്പോഴും ഹൈ വാല്യൂ ആയിരിക്കും. ആൻഡ് മൾട്ടിപ്ലയർ എപ്പോഴും എങ്ങനെ കണക്ട് ചെയ്യുള്ളൂ? സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. PMMC വോൾട്ട് മീറ്റർ ആണെങ്കിൽ DC മാത്രവും, അതുപോലെ ഡിജിറ്റൽ വോൾട്ട് മീറ്റർ ആണെങ്കിൽ ഹൈ അക്യുറസി നമുക്ക് എന്ത് ചെയ്യും? തരും അല്ലേ? സോ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ ഓവറോൾ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന വാട്ട് മീറ്ററിനെ പറ്റിയിട്ടാണ്. അപ്പോൾ വാട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വാട്ട് ഈസ് വാട്ട്. വാട്ട് എന്ന് പറയുമ്പോൾ പവർ ആണ് അല്ലേ? സോ പവറിനെ റെഫർ ചെയ്യുന്നതാണ് P is equal to എന്താണ്? V into I അല്ലേ? മെയിനായിട്ടും പവർ എന്ന് പറയുന്നത് വാട്ട് മെഷർമെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. സോ
വാട്ട് മീറ്റർ ഇസ് എൻ ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് യൂസ് ടു മെഷർ ഇലക്ട്രിക് പവർ കൺസ്യൂം ഇൻ എ സർക്യൂട്ട്. ഒരു സർക്യൂട്ടിൽ കൺസ്യൂം ചെയ്യുന്ന ഇലക്ട്രിക് പവറിനെയാണ് എന്ത് ചെയ്യുന്നത് വാട്ട് മീറ്റർ മെഷർ ചെയ്യുന്നത്. ആൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ടാണ്. സിമ്പൽ എന്ന് പറയുന്നത് SW വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, സോ ഇതാണ് ഒരു ഫിഗർ. നമുക്കറിയാം വാട്ട് മീറ്ററും കണ്ടിട്ടുണ്ടായിരിക്കും, ലബോറട്ടറിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും വാട്ട് മീറ്റർ. സോ ഇതാണ് അതിൻ്റെ ഒരു ഫിഗർ എന്ന് പറയുന്നത്. സോ ഇതുപോലെ തന്നെ ഇതിനും എന്തുണ്ട്, അനലോഗ് ആയതുകൊണ്ട് സ്കെയിൽസും ഉണ്ട് അല്ലേ, അതുപോലെ ഒരു പോയിന്ററും ഉണ്ട് അല്ലേ. സോ നമുക്ക് ബാക്കി നോക്കാം. സോ ഇതിൻ്റെ അകത്തും എന്തൊക്കെയാണ് മെഷർ ചെയ്യുന്നത്, ആക്റ്റീവ് പവർ അല്ലേ, ആക്റ്റീവ് പവർ മെഷർ ചെയ്യും അല്ലെങ്കിൽ ട്രൂ പവർ മെഷർ ചെയ്യും. പിന്നെ എന്താണ് AC പവർ അല്ലെങ്കിൽ DC പവർ മെഷർ ചെയ്യും. നമുക്കിവിടെ AC പവർ DC പവർ മെഷർ ചെയ്യാൻ പറ്റും. മെയിൻലി അത് മെഷർ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ ആക്റ്റീവ് പവർ അല്ലെങ്കിൽ ട്രൂ പവർ ആണ് വാട്ട് മീറ്റർ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് മീറ്റർ മെഷർ ചെയ്യുന്ന എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പഠിക്കുക. ട്രൂ പവർ അല്ലെങ്കിൽ ആക്റ്റീവ് പവർ, നമുക്കറിയാം റിയാക്റ്റീവ് പവർ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ കമ്പോണൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പോയിന്റ് പഠിക്കാൻ പറയുന്നത്. ആക്റ്റീവ് പവർ ആണ് ആര് മെഷർ ചെയ്യുന്നത്, വാട്ട് മീറ്റർ മെഷർ ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ ഡൈനാമോമീറ്റർ വാട്ട് മീറ്റർ ആണ്. ഓക്കെ, ഇലക്ട്രോ ഡൈനാമോമീറ്റർ വാട്ട് മീറ്റർ ആണ്. നമ്മൾ ലബോറട്ടറീസിലും ഇൻഡസ്ട്രീസിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇലക്ട്രോ ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റേഴ്സ് ആണ്. നെക്സ്റ്റ് ഇസ് ദ വാട്ട് മീറ്റർ വർക്ക്സ് ഓൺ ദി ഇലക്ട്രോ ഡൈനാമോമീറ്റർ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ ദ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി കറണ്ട് ആൻഡ് പ്രഷർ കോയിൽ ഇന്ററാക്ട്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് പഠിച്ചിരിക്കണം കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, മാഗ്നറ്റിക് ഫീൽഡ് എന്തായാലും അവിടെ മാഗ്നറ്റ്സ് ഉള്ളിടത്തോളം ഉണ്ടാവും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി, ഇവിടെ രണ്ട് കോയിൽസ് ഉണ്ട്, ഒന്ന് പ്രഷർ കോയില് മറ്റൊന്ന് കറണ്ട് കോയില്. ഈ രണ്ട് കോയിലും എന്തുണ്ടാക്കും, ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബൈ ദിസ് കറണ്ട് ആൻഡ് പ്രഷർ കോയിൽ, അവർ തമ്മിൽ എന്ത് ചെയ്യും, ഇന്ററാക്ട് ചെയ്യും. ആൻഡ് ദിസ് ഇന്ററാക്ഷൻ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് മൂവ്സ് ദ പോയിന്റർ. അപ്പം ടോർക്ക് ആരാ ഉണ്ടാക്കുന്നത്, പ്രഷർ കോയിലും കറണ്ട് കോയിലും. ഇലക്ട്രോ ഡൈനാമോമീറ്ററിലുള്ള പ്രഷർ കോയിലും കറണ്ട് കോയിലിന്റെയും ഇന്ററാക്ഷൻ കാരണം അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുകയും പോയിന്റർ എന്ത് ചെയ്യും, അനങ്ങുകയും ചെയ്യും അല്ലേ. സോ പോയിന്റർ ഡിഫ്ലക്ട് ചെയ്യുന്നത് എന്തിനൊക്കെ പ്രൊപ്പോർഷൻ ആണെന്ന് പറയാം, അവിടുത്തെ വോൾട്ടേജിനും കറണ്ടിനും പിന്നെ പവർ ഫാക്ടർ എന്ന് പറയുന്ന കമ്പോണന്റിനും ഈക്വൽ ആണെന്ന് പറയാം. സോ നമുക്കൊരു ഫോർമുല വൈസ് എഴുതുമ്പോൾ P is equal to എന്താ പറയാ, VI cos phi എന്ന് പറയാം. ഓക്കെ, VI cos phi എന്ന് പറയാം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താണെന്നുള്ളതാണ്, പ്രഷർ കോയിലും കറണ്ട് കോയിലും എന്ത് സംഭവിക്കും, ഇൻട്രാക്ഷനിൽ വരുമ്പോൾ അവരുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് കാരണം അവർക്ക് എന്തുണ്ടാകും, ഒരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ആ ടോർക്കാണ് എന്തിന് കാരണം, പോയിന്ററിനെ മൂവ് ചെയ്യിപ്പിക്കുന്നതിന് കാരണം. ആൻഡ് അത് നമുക്കൊരു ഇക്വേഷൻ വൈസ് എഴുതിയാൽ VI അവരുണ്ടാക്കുന്ന പവർ ഫാക്ടറിനും ഈക്വൽ ആയിരിക്കും. സോ VI cos phi എന്ന് പറയാം അല്ലേ. P is equal to VI cos phi. ഓക്കെ, സോ ഇതാണ് ഒരു കറണ്ട് കോയിൽ പ്രഷർ കോയിൽ എല്ലാം ഞാൻ പറഞ്ഞല്ലോ. ദിസ് ഇസ് എൻ ഇത് ഇലക്ട്രോ ഡൈനാമോമീറ്റർ വാട്ട് മീറ്റർ ആണേ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ഇലക്ട്രോ ഡൈനാമോമീറ്റർ പ്രിൻസിപ്പിളിനെ പറ്റിയിട്ടാണ്. സോ അതിൻ്റെ ഒരു ഡെഫിനിഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഫിഗർ ആണെങ്കിൽ രണ്ട് കോയിൽസ് ഉണ്ടല്ലോ. സോ ഫിക്സഡ് കോയിൽ ആൻഡ് വൺ മൂവിങ് കോയിൽ. ഫിക്സഡ് കോയിൽ മൂവിങ് കോയിൽ എന്ന് പറഞ്ഞിട്ട് മൂന്ന് കോയിൽസ് ഉണ്ട്. ഫിക്സഡ് കോയിൽ രണ്ട് സൈഡും ഉണ്ടാകും, മൂവിങ് കോയിലാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. സോ ഇതിൽ നമ്മളൊരു പോയിന്ററിനെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ അത് നമുക്ക് എന്ത് ചെയ്യും, കറസ്പോണ്ടിങ് റീഡിങ്സ് കാണിച്ചു തരും. സോ വാട്ട് മീറ്റർ തന്നെ പല ടൈപ്പ് ഉണ്ട്. സോ ഇലക്ട്രോ ഡൈനാമോമീറ്റർ വാട്ട് മീറ്റർ ഉണ്ട്. സോ അതിൽ AC-യും DC-യും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രോ ഡൈനാമോമീറ്റർ എന്ത് മെഷർ ചെയ്യും, AC-യും DC-യും മെഷർ ചെയ്യും. ആൻഡ് ഇറ്റ് ഇസ് മോസ്റ്റ് ആക്യുറേറ്റ് വൺ. ലബോറട്ടറി യൂസിനാണ് കൂടുതൽ യൂസ് ചെയ്യുക. ദെൻ ഇൻഡക്ഷൻ വാട്ട് മീറ്റർ അടുത്തൊരു വാട്ട് മീറ്റർ ആണ്. അത് ഇൻഡക്ഷൻ ആകുമ്പോൾ തന്നെ AC മാത്രമേ മെഷർ ചെയ്യുള്ളൂ. ആൻഡ് ലിമിറ്റഡ് ആപ്ലിക്കേഷൻസിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൂടുതലായും യൂസ് ചെയ്യുന്നത്. ഇനി ഡിജിറ്റൽ വാട്ട് മീറ്റർ. സോ ഡിജിറ്റൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, ഏതാണ്, LCD ഡിസ്പ്ലേ. അപ്പോൾ അത് ഹൈ ആക്യുറസി തന്നെയായിരിക്കും തരുന്നത്. അതിനെന്തുണ്ടാവില്ല, പാരലാക്സ് എറർ ഉണ്ടാവില്ല അല്ലേ. മൂവ്മെന്റ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് പാരലാക്സ് എറർ ഉണ്ടാവില്ല. സോ കറണ്ട് കോയിൽ എന്ന് വെച്ചാൽ എന്താ, നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. നമുക്ക് രണ്ട് കോയിലുണ്ട്, കറണ്ട് കോയിലും പ്രഷർ കോയിലും. അവിടുത്തെ കറണ്ട് കോയിൽ എപ്പോഴും നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യുള്ളൂ, കറണ്ട് കോയില് സീരീസ്, കറണ്ട് കോയില് സീരീസ് ആൻഡ് പ്രഷർ കോയിലോ പാരലൽ.
കറണ്ട് കോയിലിന്റെ റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കും? റെസിസ്റ്റൻസ് ബേസും ലോ റെസിസ്റ്റൻസ് ആയിരിക്കും. പ്രഷർ കോയിൽ ആണെങ്കിലോ വെരി ഹൈ റെസിസ്റ്റൻസും ആയിരിക്കും. എങ്ങനെയായിരിക്കും? പ്രഷർ കോയില് സീരീസ് ആണോ? അല്ല, പാരലൽ ആണ് അല്ലേ? പാരലൽ ആണ്. ശരി, ഇത് സപ്ലൈക്ക് അക്രോസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്തത്. ഇതെന്ന് പറയുന്നത് ഫുൾ ലോഡ് കറണ്ടിനെ എന്ത് ചെയ്യും? ഈ പറഞ്ഞ കറണ്ട് കോയില് ക്യാരിയും ചെയ്യും. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫിഗർ. കറണ്ട് കോയിലും പ്രഷർ കോയിലും വെച്ചിട്ടുള്ള ഒരു ഫിഗർ ആണിത്. സോ ഇത് നോക്കിക്കേ, ഇവിടെ പ്രഷർ കോയിൽ ഇരിക്കുന്നു, ഇവിടെ കറണ്ട് കോയിൽ ഇരിക്കുന്നു, സീരീസ് റെസിസ്റ്റേഴ്സ് ഉണ്ട്. സോ ജസ്റ്റ് ഒന്ന് നിങ്ങൾ അതിന്റെ ഒരു ഫിഗർ മാത്രം ഒന്ന് നോക്കി വെക്കുക കേട്ടോ. സോ ഈ പറഞ്ഞിരിക്കുന്ന പ്രഷർ കോയിൽ എവിടെയാണ് ഇരിക്കുന്നത്, കറണ്ട് കോയിൽ എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് നോക്കി വെക്കുക. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് PMMC. ഞാൻ PMMC കുറച്ച്, അതായത് ഫസ്റ്റ് പറഞ്ഞിട്ട് ഇപ്പോൾ ലാസ്റ്റ് ഒന്നും കൂടി PMMCയെ പറ്റി പറയാൻ കാരണം PMMC എന്നുള്ളൊരു ടോപ്പിക്കിന്റെ ഒരു ഇമ്പോർട്ടൻസ് കാരണമാണ്. PMMC വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ PMMCക്കകത്ത് പറയുമ്പോൾ PMMCക്കകത്ത് കുറച്ചുകൂടി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ചുകൂടി നമുക്ക് നോക്കാനുണ്ട്. പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിലാണ് PMMC ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എൻ ഇലക്ട്രിക് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ DC ഇലക്ട്രിക് ക്വാണ്ടിറ്റീസ്. നമുക്ക് പറഞ്ഞതായിരുന്നു. ഇറ്റ് വർക്ക്സ് ഓൺ ദി ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ കറന്റ് ക്യാരിങ് കണ്ടക്ടർ. ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോഴുള്ള കാര്യമാണ് പറഞ്ഞത്. ആൻഡ് എ കറന്റ് ക്യാരിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് വിൽ എക്സ്പീരിയൻസ് എ മെക്കാനിക്കൽ ഫോഴ്സ്. എന്ത് ചെയ്യും? ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഓക്കെ, ആ കാര്യം നമ്മൾ പറഞ്ഞു. സോ ഒരു ഫിഗറാണിത്. PMMCയുടെ ഒരു മോട്ടറിംഗ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മോട്ടറിംഗ് പ്രിൻസിപ്പിൾ. ആ ഒരു പോയിന്റ് നിങ്ങൾക്ക് കിട്ടണം. മോട്ടറിംഗ് പ്രിൻസിപ്പിൾ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ആ പോയിന്റ് നോക്കുക. ഡി ആഴ്സണോവൽ പ്രിൻസിപ്പിൾ. കണ്ടക്ടർ മൂവിങ്, മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? പെർമനന്റ് ആയിരിക്കും. കോർ എന്ന് പറയുന്നത് സിലിണ്ടറിക്കൽ ആയിരിക്കും. ഇഫ് കോയിൽ ഇസ് റെക്ടാംഗുലർ, കോയിൽ റെക്ടാംഗുലറും കോറ് സിലിണ്ടറിക്കലും ആയിരിക്കും. സോ ദിസ് ഇസ് ആൻ ഓവർവ്യൂ. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് ഇസ് ഇറ്റ്സ് വർക്കിംഗ്. ഇറ്റ് വർക്ക്സ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് എന്താണ്? മോട്ടറിന്റെ പ്രിൻസിപ്പിൾ ആണ്. സോ അതൊരു പോയിന്റ് ആണ്. വെൻ കറന്റ് പാസസ് ത്രൂ ദ കോയിൽ ഇറ്റ് പ്രൊഡ്യൂസ് ഫ്ലക്സ് ഓഫ് ദ കോർ. കറന്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഒരു പോയിന്റും കൂടി ഓർത്ത് വെക്കുക. ഓക്കെ, കറന്റ് പാസ് ചെയ്താൽ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. സോ ഇതിൽ കൺസ്ട്രക്ഷൻ വൈസ് ആണ് നമ്മൾ നോക്കേണ്ടത്. കൺസ്ട്രക്ഷൻ വൈസ് നോക്കുമ്പോൾ ഒന്ന് പെർമനന്റ് മാഗ്നറ്റ് ആണ് അല്ലേ? അതുപോലെ എന്താണ്? മൂവിങ് കോയിൽ ഉണ്ട്, സോഫ്റ്റ് അയൺ കോർ ഉണ്ട്, ഒരു പോയിന്റർ ഉണ്ട്, പിന്നെ ഒരു കൺട്രോൾ സ്പ്രിംഗ് ഉണ്ട്, ഡ്യുവൽ ബിയറിംഗ്സ് ഉണ്ട്, കാലിബ്രേറ്റഡ് സ്കെയിൽ ഉണ്ട്. സോ എക്സാമിന് ഇതിനൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. സോ അതിൽ വർക്കിംഗ് നോക്കിക്കുക. ഒരു DC കറണ്ട് ഒരു മൂവിങ് കോയിൽ കൂടി പാസ് ചെയ്ത് പോകുമ്പോൾ പെർമനന്റ് മാഗ്നറ്റ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ? ഒരു കോയിൽ കൂടി കറണ്ട് പാസ് ചെയ്ത് പോകുമ്പോൾ അവിടുത്തെ മാഗ്നറ്റ് എന്ത് ചെയ്യും? മാഗ്നറ്റ് അല്ല, അത് പെർമനന്റ് മാഗ്നറ്റ് എന്ത് ചെയ്യും? യൂണിഫോം ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. സോ ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദി മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് കറന്റ് പ്രൊഡ്യൂസസ് എന്താണ്? ഒരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. സോ അത് ആ ഒരു ഇന്ററാക്ഷൻ കാരണം ആ മാഗ്നറ്റിക് ഫീൽഡും ആ കറന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും തമ്മിലുണ്ടാകുന്ന ഒരു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ടാകും. ആ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് മൂവിങ് കോയിലിനെ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുകയും അപ്പോൾ ആ പോയിന്റർ എന്ത് ചെയ്യും? സ്കെയിലിൽ കൂടി മൂവ് ചെയ്യുകയും ചെയ്യും. ദ പോയിന്റർ സ്റ്റോപ്സ് വെൻ ദ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് which is equal to controlling torque. So another question ആണ് ഇവിടെ. TD is equal to TC ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? പോയിന്റർ സ്റ്റോപ്പ് ചെയ്യുന്നത്. TD/TC ഡിഫ്ലക്റ്റിംഗ് ടോർക്കും കൺട്രോളിംഗ് ടോർക്കും തുല്യമാവുന്ന ആ സമയത്തായിരിക്കും എന്ത് ചെയ്യുന്നത്? പോയിന്റർ സ്റ്റോപ്പ് ചെയ്യുന്നത്. സോ അതൊന്ന് നോക്കി വെക്കുക. സോ വാട്ട് ആർ ഇറ്റ്സ് അഡ്വാൻറ്റേജസ്? ഹൈ അക്യുറസി ആണ്, യൂണിഫോം സ്കെയിൽ ആണ്, ആൻഡ് പവർ കൺസപ്ഷൻ വൈസ് ലോ ആണ് അല്ലേ? അപ്പോൾ ഇവിടുന്ന് കുറേ പോയിന്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് യൂണിഫോം സ്കെയിലാണ്, ആക്യുറസി നല്ല ആക്യുറസി കിട്ടുന്ന ഒരു ഡിവൈസാണ് PMMC. ഓക്കെ, ഹൈ ആക്യുറസി എവിടെ നിന്നാണ് കിട്ടുന്നത്? PMMC. പവർ കൺസപ്ഷൻ കുറവാണ്. അതുപോലെ സെൻസിറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള ഡിവൈസ് ഏത് തന്നെയാണ്? PMMC ആണ്. അതൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കേണ്ടതാണ്. നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? എഡ്ഡി കറന്റ് ഡാമ്പിംഗ് ആണ്. സോ ഇവിടുന്ന് ഇപ്പോൾ പഠിക്കേണ്ട പോയിന്റ് നോക്കിക്കോളൂ. ആക്യുറസി ഏറ്റവും കൂടുതലുള്ളത് PMMCക്കാണ്. അതുപോലെ തന്നെ യൂണിഫോം സ്കെയിലാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ? അതുപോലെ സെൻസിറ്റിവിറ്റി വൈസ് നോക്കുവാണെങ്കിലും ഹൈ സെൻസിറ്റിവിറ്റി ആണ്. എഡി കറന്റ് ഡാമ്പിംഗ് എക്സലന്റ് ആണ്. സോ ഡിസഡ്വാൻറ്റേജ് എന്ത് പറയാം? DC മാത്രമേ ഇവര് മെഷർ ചെയ്യത്തുള്ളൂ. അതുപോലെ മൂവിങ് അയൺ ഇൻസ്ട്രുമെന്റ്സിനെക്കാളും കോസ്റ്റ്ലിയർ ആണ് ഇവര്. ഓക്കെ, സോ പെർമനന്റ് മാഗ്നറ്റ് മേ വീക്കൻ വിത്ത് ഏജ്.
ഏജ് കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്? ഈ പറഞ്ഞ പെർമനന്റ് മാഗ്നറ്റിന്റെ കേപ്പബിലിറ്റി അല്ലേ, പ്രായമാവുന്നതിനനുസരിച്ചിട്ട് വീക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. സോ ഇവിടുന്ന് ചോദിക്കാവുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഏത് ഡാമ്പിംഗ് ആണ് യൂസ് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ സെൻസിറ്റിവിറ്റി ഉള്ള ആളാരാണ്, ഏറ്റവും കൂടുതൽ അക്യുറേറ്റ് ആയിട്ടുള്ള ആളാരാണ്. എഡി കറന്റ് ഡാമ്പിംഗ് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഇവിടുത്തെ ഉപയോഗിക്കുന്ന സ്കെയിൽ ഏതാണ്? യൂണിഫോം സ്കെയിൽ. സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒന്നും കൂടി ഞാനിത് ഈ ഒരു പോർഷൻ എടുക്കാനുള്ള കാരണം, ഡി സി അമ്മീറ്റർ ഉണ്ട്, ഡി സി വോൾട്ട്മീറ്റർ ഉണ്ട്, ആൻഡ് ഗാൽവനോമീറ്ററും ഉണ്ട്. സോ ഇത് ഡി സി മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. എഡി കറന്റ് ഡാമ്പിംഗ് ആണ്, യൂണിഫോം സ്കെയിലാണ്, ഹൈ അക്യുറസിയാണ്. സോ PMMC ഈസ് പെർമനന്റ് മാഗ്നറ്റ്, DC only and uniform scale. This point very important ആണ്. സോ ഇത് നിങ്ങൾ എന്തായാലും അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെച്ചിരിക്കണം. ആൻഡ് PMMC പെർമനന്റ് മാഗ്നറ്റ്, DC only, യൂണിഫോം സ്കെയിൽ ആണ്. നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് മൂവിങ് അയണിനെ പറ്റിയിട്ടാണ്. അപ്പോൾ മൂവിങ് അയണും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂവിങ് അയണിൻ്റെ അകത്ത് works on the magnetic effect of electric current and used to measure. ഇവിടെയും മാഗ്നറ്റിക് ഇഫക്റ്റ് തന്നെയാണ് വർക്ക് ചെയ്യാൻ കാരണം. ഇവിടെ AC-യും DC-യും എന്ത് ചെയ്യുന്നുണ്ട്? മെഷർ ചെയ്യുന്നുണ്ട്. സോ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു അയൺ പീസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ അവിടെയും എന്ത് ചെയ്യുന്നു? ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഫോഴ്സ് കാരണം അതെങ്ങോട്ട് മൂവ് ചെയ്യും? സ്ട്രോങ്ങർ മാഗ്നറ്റിക് ഫീൽഡുള്ള സ്ഥലത്തേക്ക് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും. അപ്പോൾ ഇവിടെ ഒരു ചെറിയ അയൺ പീസാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ അയൺ പീസ് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവച്ചാൽ അതിനും ഒരു ഫോഴ്സ് ഉണ്ടാവും, എക്സ്പീരിയൻസ് ചെയ്യും. ആ ഫോഴ്സ് കാരണം അത് എങ്ങോട്ട് മൂവ് ചെയ്യും? അതിന് ഏറ്റവും കൂടുതൽ സ്ട്രോങ്ങർ മാഗ്നറ്റിക് ഫീൽഡ് തരുന്ന വശത്തേക്ക് അത് മൂവ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി കാണിക്കും. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്, മൂവിങ് അയൺ ഇൻസ്ട്രുമെന്റിന്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. സോ ഇതാണ് ഒരു മൂവിങ് അയൺ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ കൊടുക്കുന്ന ഒരു ബാലൻസിങ് വെയിറ്റ്. ഇവിടെ നമ്മൾ കൗണ്ടർ വെയിറ്റ് കൊടുക്കും, കൺട്രോൾ വെയിറ്റ് കൊടുക്കും. ഇതാണ് നമ്മുടെ പോയിന്റർ. ഇവിടെ നമ്മളൊരു ഡാമ്പിങ്ങിന് വേണ്ടിയിട്ട് ഒരു എയർ ഡാമ്പിങ് ചേമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ പടം നമ്മൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ കുറേ ക്വസ്റ്റ്യൻസിന് ആൻസർ കിട്ടും. ഇവിടെ ഏത് ഡാമ്പിംഗ് ആണ് യൂസ് ചെയ്യുന്നത്, ആൻഡ് എന്താണ് ഇവിടുത്തെ കൺട്രോളിങ് ആക്ഷൻ, നമ്മൾ എന്താ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള കുറച്ച് പോയിന്റ്സ് നമുക്ക് എന്ത് ചെയ്യാം, പടം ഓർത്താൽ തന്നെ കിട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ കൺസ്ട്രക്ഷൻ വൈസ് ഇവിടെ ഒരു ഫിക്സഡ് കോയിൽ ഉണ്ട്, ഒരു ചെറിയ സോഫ്റ്റ് അയൺ വെയിൻ ഉണ്ട്, അഗെയിൻ ഒരു പോയിന്റർ ഉണ്ട്, കാലിബ്രേറ്റഡ് സ്കെയിൽ ഉണ്ട്, കൺട്രോൾ സ്പ്രിംഗ് ആണ്. ആൻഡ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഇവിടെ നമ്മൾ എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് അറേഞ്ച്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ മൂവിങ് അയണിന് നമ്മൾ എന്താണ് ഡാമ്പിംഗ് കൊടുക്കുന്നത്? എഡി കറണ്ട് അല്ല, എന്താണ് നമ്മൾ കൊടുക്കുന്നത്? എയർ ഫ്രിക്ഷൻ ആണ്. ഇനി തെറ്റിഞ്ഞു പോവില്ലല്ലോ അല്ലേ, തെറ്റിപ്പോവില്ലല്ലോ, തെറ്റിപ്പോവരുത്. പരീക്ഷയ്ക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നും കൂടി ഈ ഒരു പോർഷനിലേക്ക് വന്നത്. ഇത് എപ്പോഴും ചോദിക്കുന്നതായതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. സോ ഇതൊന്ന് നോക്കി വെക്കുക. സോ കറണ്ട് ഫ്ലോസ് ത്രൂ ദി ഫിക്സഡ് കോയിൽ. കറണ്ട് എന്ന് പറയുന്നത് ഫിക്സഡ് കോയിലുകളിലൂടെ പാസ് ചെയ്യുന്നു. അങ്ങനെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിംഗ്ലി അവിടെ എന്തുണ്ടാകും? മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സോഫ്റ്റ് അയൺ എന്ത് ചെയ്യും? മാഗ്നറ്റൈസ്ഡ് ആവുകയും അയൺ വെയിൻ മൂവ്സ് ഡ്യൂ ടു അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ. ഒന്നുകിൽ അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൾഷൻ, എന്തെങ്കിലും ഒരു കാരണവശാൽ ഈ അയൺ എന്ത് ചെയ്യും? സോഫ്റ്റ് അയൺ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. പോയിന്റർ ഇൻഡിക്കേറ്റ് ദ മെഷേർഡ് വാല്യൂ ഓൺ ദി സ്കെയിൽ. പോയിന്റർ എന്ത് ചെയ്യും? വാല്യൂ മെഷർ ചെയ്യും. ഓക്കെ, ഇതാണ് ഇവിടെ നടക്കുന്ന ഒരു ചെറിയ വർക്കിംഗ്. ഇവിടെ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? ഒരു അയൺ, നമ്മൾ നേരത്തെ പഠിക്കാത്ത ഒരാൾ ഇവിടെ ഉണ്ട്, സോഫ്റ്റ് അയൺ. അപ്പോൾ മൂവിങ് അയൺ എന്ന് പറയുമ്പോൾ തന്നെ അയൺ ആണ് എന്നുള്ള ഒരു അയൺ ഒരു മെറ്റീരിയൽ ആണ് ഇവിടെ എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ആ സോഫ്റ്റ് അയൺ എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ഒരു മൂവ്മെന്റ് ആണ് ഇവിടെ മെയിൻ ആയിട്ട് വരുന്നത്. അപ്പോൾ അത് മാഗ്നറ്റൈസ് ആവുന്നു. അപ്പോൾ അട്രാക്ഷനോ റിപ്പൾഷനോ കൊണ്ട് അത് മൂവ് ചെയ്യുന്നു. പോയിന്റർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ പോലെ സ്കെയിലിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? മെഷേർഡ് വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇത് അട്രാക്ഷനും ഉണ്ട്, റിപ്പൾഷനും ഉണ്ട്. അതാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അട്രാക്ഷൻ എന്ന് പറയുന്നത് അയൺ പീസ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും? കോയിലിലേക്ക് അട്രാക്ട് ചെയ്യും അല്ലേ? അയൺ പീസ് ഇസ് അട്രാക്റ്റഡ് ടുവേർഡ്സ് ദ കോയിൽ. കോയിലിലേക്ക് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ അട്രാക്ഷൻ ടൈപ്പ് എന്ന് വിളിക്കും. സോ റിപ്പൾഷൻ എന്ന് വെച്ചാൽ എന്താണ്? ടു അയൺ വെയിറ്റ്സ് ആർ സിമിലർലി മാഗ്നറ്റ്, ദ റിപ്പൽഡ് ഈച്ച് അതർ. അവരെന്ത് ചെയ്യും? റിപ്പൽ ചെയ്ത് അകന്നകന്ന് പോകും. ആൻഡ് കോമൺലി യൂസ് ചെയ്യുന്നത്, കൂടുതൽ യൂസ് ചെയ്യുന്നതാണിത്. ഓക്കെ, മനസ്സിലായോ? ഇവര് റിപ്പലിംഗ് ആണ്, അവിടെ അട്രാക്ഷൻ ആണ്. എന്താ സംഭവിക്കുന്നത്? അയൺ പീസ് അല്ലേ, ആ അയൺ പീസ് അട്രാക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ, കോയിലോട് അട്രാക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ അതിന് അട്രാക്ഷൻ ടൈപ്പ്. സിംപിളി അങ്ങനെ ചിന്തിച്ചാൽ മതി. റിപ്പൾഷൻ ആണെങ്കിൽ എന്താണ്?
റിപ്പൽ ചെയ്ത് പോവുകയാണെങ്കിൽ അവർ റിപ്പൾഷൻ ടൈപ്പ് എന്ന് പറയും. സോ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ റിപ്പൾഷൻ ആണ് എന്ന് പഠിക്കുക. സോ ഇവിടുന്ന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ റിപ്പൾഷൻ ടൈപ്പാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ അയൺ ആണ്, ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. സോ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് AC-യും DC-യും മെഷർ ചെയ്യാം. കൺസ്ട്രക്ഷൻ വൈസ് സിമ്പിൾ ആണ്, സ്ട്രോങ് ആൻഡ് ഡ്യൂറബിൾ ആണ്. കോസ്റ്റ് വൈസ് എന്താണ്? ലോ കോസ്റ്റ് തന്നെയാണ്. ആൻഡ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആക്യുറസി PMMCയെക്കാളും കുറവാണ്. സോ ഹൈ ആക്യുറസി ഏതിനാണ്? PMMCക്കാണ്. ഹൈ സെൻസിറ്റിവിറ്റി മാർക്ക് തന്നെയാണ് PMMCക്കാണ്. ഇവിടെ കണ്ടോ, ആക്യുറസി കുറവാണ്, PMMCയെക്കാളും കുറവാണ്. അപ്പം ഈ ചോദ്യം അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം? ആൻസർ ചെയ്തിരിക്കണം. നോൺ യൂണിഫോം സ്കെയിൽ, അവരുടെ സ്കെയില് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. സ്കെയിൽ യൂണിഫോം അല്ല. സോ സ്കെയിൽ യൂണിഫോം അല്ല. ആൻഡ് ഹയർ പവർ കൺസപ്ഷനും വളരെ കൂടുതലാണ്. ഓക്കെ, സോ ഈ പോയിന്റ്സ് മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഇതിന് നമുക്ക് AC അമ്മീറ്റർ ഉണ്ട്, AC വോൾട്ട്മീറ്റർ, DC ആൻഡ് DC വോൾട്ട്മീറ്റർ ആയിട്ട് ഡിഫൈൻ ചെയ്യും. നെക്സ്റ്റ് ഇറ്റ്സ് മെഷേഴ്സ് AC ആൻഡ് DC അല്ലേ. AC DC മെഷർ ചെയ്യും. നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഡാമ്പിങ്, ഇവിടെ ഈ ക്വസ്റ്റ്യൻ ഇതൊക്കെയാണ് ചോദിക്കുന്ന. ഏത് ഡാമ്പിങ്? നിങ്ങളിത് മസ്റ്റായിട്ട് പഠിക്കണം. നിങ്ങൾ മൂവിങ് അയൺ എന്ന് ഹെഡിങ് കൊടുക്കുക. മൂവിങ് അയണിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളിൽ AC DC ആൻഡ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന എയർ ഫ്രിക്ഷൻ ഇങ്ങനെ പഠിച്ചു പോകണം. ഇങ്ങനെ തന്നെ പഠിക്കണം, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. ഇതെപ്പോഴും റിപ്പീറ്റഡ് ആണ്. സോ അതങ്ങനെ തന്നെ പഠിക്കുക. അതുപോലെ സ്കെയിൽ എന്താണ്? നോൺ യൂണിഫോം അല്ലേ, നോൺ യൂണിഫോം ആണ്. ഇങ്ങനെയുള്ള പോയിന്റ്സ് മസ്റ്റ് ആയിരിക്കണം. ആൻഡ് വർക്ക്സ് ഓൺ ദ മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് കറണ്ട്. കറണ്ടിന്റെ മാഗ്നറ്റിക് ഇഫക്റ്റിലാണ് എന്ത് ചെയ്യുന്നത്? ഇവര് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഒരു ഓവറോൾ ഐഡിയ ആണ്. ഓക്കെ, ഈ ഒരു കമ്പാരിസൺ പഠിച്ചാൽ നിങ്ങൾക്ക് ഒരുവിധം ഇതിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാം. സോ ഇതിൻ്റെ അകത്ത് മെയിനായിട്ടും സ്ലൈഡിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇതിന്റെ പ്രിൻസിപ്പിൾ ആണ്. വർക്ക്സ് ഓൺ ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെയാണെങ്കിലോ വർക്ക്സ് ഓൺ ദ മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് കറണ്ട്. ഇവിടെ എന്ന് പറയുന്നത് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ബൈ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവച്ചാൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് PMMCക്ക് കാരണമെങ്കിൽ, ഇവിടെ എന്താണ്? വർക്ക്സ് ഓൺ ദി മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് കറണ്ട് എ സോഫ്റ്റ് അയൺ പീസ് പ്ലേസ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് എക്സ്പീരിയൻസസ് എ ഫോഴ്സ് അല്ലേ. ഇവിടെ ഒരു അയൺ പീസ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ DC മാത്രം മെഷർ ചെയ്യുള്ളൂ. ഇവിടെയാണെങ്കിൽ AC-യും DC-യും മെഷർ ചെയ്യും. കൺസ്ട്രക്ഷൻ വൈസ് ഇങ്ങോട്ട് വന്നാൽ ഇവിടെ എന്താ? ഒരു പെർമനന്റ് മാഗ്നറ്റ്, ഒരു മൂവിങ് കോയിലുണ്ട്, സോഫ്റ്റ് അയൺ കോർ ഉണ്ട്, കൺട്രോൾ സ്പ്രിങ്ങുകളുണ്ട്, പോയിന്റർ ഉണ്ട്, സ്കെയിലുണ്ട്, ജുവൽ ബിയറിങ്സ് ഉണ്ട്. ഇപ്പുറത്തേക്ക് വന്നാൽ ഫിക്സഡ് കോയിലുണ്ട്, ഒരു സോഫ്റ്റ് അയൺ വെയിൻ ആണ്, കൺട്രോൾ സ്പ്രിംഗ് ഉണ്ട്, പോയിന്റർ ഉണ്ട്, സ്കെയിലുണ്ട്, പിന്നെ എയർ ഫ്രിക്ഷൻ ഡാമ്പിങ്. ഞാൻ ആ ഫിഗറിൽ കാണിച്ചില്ലേ, ഒരു ചേംബർ, എയർ ഫ്രിക്ഷന് വേണ്ടിയിട്ട് ഒരു ചേംബർ കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്കെയിൽ ഒരു നോൺ യൂണിഫോമും ഇവിടെ എന്താ? യൂണിഫോമും ആണ്. ആൻഡ് ആക്യുറസി വൈസ് ഇതെന്താണ്? ഹൈ ആക്യുറസി ആണ്. ഇതെന്താ? മോഡറേറ്റ് ആക്യുറസി ആണ്. സോ സെൻസിറ്റിവിറ്റി നോക്കിയാലും ഹൈ സെൻസിറ്റിവിറ്റി ആയിട്ടുള്ള ഡിവൈസ് ആണ് PMMC. ഇതാണെങ്കിലോ ലോവർ സെൻസിറ്റിവിറ്റി. അതുപോലെ ഡാമ്പിങ് ആണെങ്കിലോ എഡ്ഡി കറണ്ട് ആണല്ലേ. ഇദ്ദേഹം ആണെങ്കിൽ എയർ ഫ്രിക്ഷൻ ആണ്. പവർ കൺസപ്ഷൻ നോക്കിയാലോ ലോ പവർ കൺസപ്ഷൻ ആണ്. ഇതാണെങ്കിലോ ഹൈ ആണ് അല്ലേ. കോസ്റ്റ് വൈസ് നോക്കിയാലും പവർ കൺസപ്ഷനും ലോ ആണ്. എന്തുകൊണ്ടും PMMC അഡ്വാൻറ്റേജുകളെ തരുന്നുള്ളൂ അല്ലേ. കോസ്റ്റ് വൈസ് നോക്കിയാലും പക്ഷെ കോസ്റ്റ് വൈസ് നോക്കിയാൽ PMMC ഈ പറഞ്ഞ മൂവിങ് അയണിനേക്കാളും കുറച്ച് കോസ്റ്റ്ലി ആണ്. ഓക്കെ, കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ. ആപ്ലിക്കേഷൻ വന്നാൽ DC അമ്മീറ്റർ, DC വോൾട്ട്മീറ്റർ, ഗാലനോമീറ്റർ ഒക്കെ വരും. ആൻഡ് മൂവിങ് അയൺ ആണെങ്കിൽ AC അമ്മീറ്റർ, AC വോൾട്ട്മീറ്റർ, DC അമ്മീറ്ററും DC വോൾട്ട്മീറ്ററും വരും. സ്യൂട്ടബിലിറ്റി നോക്കുകയാണെങ്കിൽ യൂസ്ഡ് വെയർ ഹൈ അക്യുറസി ഈസ് റിക്വയർഡ് ഫോർ DC മെഷർ. നമ്മൾ ഹൈ അക്യുറസി വേണ്ട സ്ഥലങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് യൂസ് ഫോർ ബോത്ത് AC ആൻഡ് DC. AC-ക്കും DC-ക്കും നമ്മൾ എന്ത് ചെയ്യും? ഇത് യൂസ് ചെയ്യും. ആൻഡ് this is the representation and this is the representation of moving iron. PMMC ഇങ്ങനെ ആയിരിക്കും. ഈ ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അതൊന്ന് നോക്കുക. പിന്നെന്താ? PMMC which is only having DC മാത്രമേ മെഷർ ചെയ്യുള്ളൂ. യൂണിഫോം സ്കെയിലുമായിരിക്കും, ഹൈ ആക്യുറസി ആയിരിക്കും, എഡ്ഡി കറണ്ട്, ഡാമ്പിങ് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. ഇവരാണെങ്കിൽ AC-യും DC-യും മെഷർ ചെയ്യും. നോൺ യൂണിഫോം സ്കെയിലാണ്, അക്യുറസി മോഡറേറ്റ് ആണ്, എയർ ഫ്രിക്ഷൻ ഡാമ്പിങ് ആണ്
പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയുമാണ് ഇവർ തമ്മിലുള്ള എന്തെന്ന് പറയുന്നത് വ്യത്യാസം. അപ്പം ഈ ഒരു ടേബിൾ നിങ്ങൾ എന്താണ് മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട ടേബിളാണ്. നിങ്ങൾക്ക് ഒരുപാട് പോയിന്റ്സ്, ആഡ് ഓൺ പോയിന്റ്സ് നിന്ന് കിട്ടും. സോ ഞാൻ ഒന്നുകൂടി ഒന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് ഇതിൽ ഈ 2-3 പോയിന്റ്സ് ആണ്. ഏതാ? ഈ സെൻസിറ്റിവിറ്റി, ആക്യുറസി, സ്കെയില്, അതുപോലെ ഇത് നോൺ യൂണിഫോം. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പറ്റുമെങ്കിൽ നിങ്ങൾ ഈ ടേബിൾ മൊത്തത്തിലൊന്ന് പഠിച്ചു വെക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു ഡൗട്ടും വരില്ല. ഏറ്റവും ബെറ്റർ അതാണ്. കംപ്ലീറ്റ് പഠിച്ചു വെക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു മാർഗം അതാണ്. ഓക്കെ, ഇത് ഇലക്ട്രോ ഡൈനാമോമീറ്റർ ആണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഇലക്ട്രോ ഡൈനാമോമീറ്റർ എന്ന് പറയുന്നത് is a measuring instrument that work on the interaction between the magnetic field produced by 2 current carrying coils. 2 current carrying coil ഉണ്ടായിരിക്കും. It can measure both AC and DC. ACയും DCയും എന്ത് ചെയ്യുന്നു? മെഷർ ചെയ്യുന്നു. When current flows through the fixed coil and the moving coil, their magnetic field എന്ത് ചെയ്യും? Interact and produces എന്താണ്? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് അല്ലേ? അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് ഒരു ഫിക്സഡ് കോയിലും മൂവിങ് കോയിലും ഞാൻ കറണ്ട് പാസ് ചെയ്ത് വിടുമ്പോൾ എന്ത് സംഭവിക്കും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ആ മാഗ്നറ്റിക് ഫീൽഡ് തമ്മിൽ ഇന്ററാക്ട് ചെയ്തിട്ട് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. കോസിങ് എന്താണ്? പോയിന്റർ മൂവ് ചെയ്യിപ്പിക്കും. മനസ്സിലായോ? പോയിന്ററിന് എന്ത് ചെയ്യും? മൂവ് ചെയ്യിപ്പിക്കും. ഇതാണ് ബേസിക് ആയിട്ട് ഇവിടെ നടക്കുന്ന ഫംഗ്ഷൻ. ഇനി അതിന്റെ കൺസ്ട്രക്ഷൻ നോക്കുകയാണെങ്കിൽ മെയിൻ പാർട്സ് ഓഫ് ഇലക്ട്രോ ഡൈനാമോമീറ്റർ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് ഫിക്സഡ് കോയില്, ഒരു മൂവിങ് കോയില്, പിന്നെ ഒരു പോയിന്റർ, കൺട്രോൾ സ്പ്രിങ്സ്, പിന്നെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എയർ ഫ്രിക്ഷൻ തന്നെയാണ്. ഓക്കെ, ഇലക്ട്രോ ഡൈനാമോമീറ്ററിലും എയർ ഫ്രിക്ഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സ്കെയിൽ വന്നിട്ട് കാലിബ്രേറ്റഡ് ആയിരിക്കും കേട്ടോ. പിന്നെ ടെർമിനൽസും ഉണ്ടായിരിക്കും. സോ കറണ്ട് ദാറ്റ് ഫ്ലോസ് ത്രൂ ബോത്ത് ഫിക്സഡ് ആൻഡ് മൂവിങ് കോയിൽ ആൻഡ് എ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദിസ് കോയിൽസ് ആൻഡ് ഇന്ററാക്ട് ആൻഡ് ജനറേറ്റ് എ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. ആൻഡ് ദ മൂവിങ് കോയിൽ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും, മൂവിങ് ദ പോയിന്റർ ഓവർ ദ സ്കെയിൽ ആൻഡ് പോയിന്റർ സ്റ്റോപ്സ്. എപ്പോഴാ പോയിന്റർ നിൽക്കുന്നത്? എപ്പോഴാണോ കൺട്രോളിംഗ് ടോർക്ക് ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന് തുല്യമാകുന്നത്, അന്നേരം അതെന്ത് ചെയ്യും? സ്റ്റോപ്പ് ആവും. സോ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് AC-ക്കും DC-ക്കും യൂസ് ചെയ്യാം. ആക്യുറസിയും കൂടുതലാണ് അല്ലേ? സ്കെയിൽ വൈസ് ആണെങ്കിൽ യൂണിഫോം സ്കെയിലാണ് ആൻഡ് യൂസ്ഡ് ആസ് സ്റ്റാൻഡേർഡ് ഇൻസ്ട്രുമെന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഇദ്ദേഹത്തെ യൂസ് ചെയ്യാം. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. സോ ഡിസഡ്വാൻറ്റേജ് നോക്കിയാൽ ഇത് എക്സ്പെൻസീവ് ആണ് ആൻഡ് ഡെലിക്കേറ്റ് കൺസ്ട്രക്ഷൻ, ലോ ടോർക്ക് ടു വെയിറ്റ് റേഷ്യോ. ടോർക്ക് ടു വെയിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് കുറവാണ്. ഓക്കെ, സോ ഇഫക്റ്റഡ് ബൈ സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇഫക്റ്റ് അവർക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. ഹിസ്റ്റെറിസിസ് ഇഫക്റ്റ് അതും കൂടെ ആഡ് ചെയ്തോണ്ടേ. ഹിസ്റ്റെറിസിസ് എറർ അവർക്കുണ്ട്. സോ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ അതൊക്കെ ഡിസ്കസ് ചെയ്യാം. എന്തായാലും ഓർത്ത് വെച്ചേക്കുക, സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡ്, അതായത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇഫക്റ്റ് ആർക്കുണ്ട്? ഈ പറഞ്ഞ മൂവിങ് അയണിനുണ്ട്. സോ ഇറ്റ് മെയിൻലി യൂസിങ്. അതുപോലെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം, ലോ ടോർക്ക് ടു വെയിറ്റ് റേഷ്യോ. PMMC ആഡ് ഓൺ പോയിന്റ് ആണ്. PMMCക്ക് ടോർക്ക് ടു വെയിറ്റ് റേഷ്യോ ഹൈ ആണ്. സോ എഴുതി വെച്ചോളൂ, ടോർക്ക് ടു വെയിറ്റ് റേഷ്യോ ഹൈ ആയിട്ടുള്ള ആളാണ് PMMC. ഓക്കെ, ഹൈ സെൻസിറ്റിവിറ്റിയുമാണ്, അതുകൊണ്ടാണ് ഹൈ സെൻസിറ്റിവിറ്റി ആണെന്ന് പറയുന്നത്. അതുപോലെ ഇവർക്കാണെങ്കിൽ സെൻസിറ്റിവിറ്റി അത്രയും ഇല്ല, കാരണം ടോർക്ക് ടു വെയിറ്റ് റേഷ്യോ ലോ ആണ്. ഓക്കെ, അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ആഡ് ചെയ്ത് വെക്കുക. ആൻഡ് സ്റ്റാൻഡേർഡ് അമ്മീറ്റർ ആയിരിക്കും ഒരു ആപ്ലിക്കേഷൻ വരുന്നത്. മറ്റൊന്ന് സ്റ്റാൻഡേർഡ് വോൾട്ട് മീറ്റർ, പിന്നെ ലബോറട്ടറി മെഷർമെന്റ്സിന് യൂസ് ചെയ്യും. ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഡൈനാമോമീറ്റർ, വാട്ട് മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡൈനാമോമീറ്റർ, വാട്ട് മീറ്റർ എന്ന് പറയുമ്പോൾ ഇസ് എൻ ഇലക്ട്രോ ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് യൂസ് ടു മെഷർ ട്രൂ മാത്രമേ നോക്കുള്ളൂ. ബോത്ത് AC ആൻഡ് DC സർക്യൂട്ടിൽ ട്രൂ പവർ മാത്രമേ മെഷർ ചെയ്യുള്ളൂ. ദോ ഇൻസ്ട്രുമെന്റ് വർക്ക്സ് ഓൺ ദി ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് കറന്റ് കോയിൽ ആൻഡ് ദി പ്രഷർ കോയിൽ ആൻഡ് റിസൾട്ടിംഗ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ഇലക്ട്രിക് പവർ കൺസ്യൂം ബൈ ദി ലോഡ്. അപ്പോൾ എത്രത്തോളം ഇത് ഡിഫ്ലക്ട് ചെയ്യും എന്നുള്ളത് എന്തിനെ ആശ്രയിച്ചിരിക്കും? അതുവഴിയുള്ള പവർ എത്രത്തോളം പാസ് ചെയ്ത് പോകുന്നു, അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ആയിട്ട് എത്ര പവർ ഉണ്ട്, അതിനെ ആശ്രയിച്ചിരിക്കും അവിടുത്തെ ടോർക്ക് എന്ന് പറയുന്നത്. ഓക്കെ,